പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 ദിവസമായി ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ കുണ്ട്ര സെക്ഷൻ സമ്മർ ക്യാമ്പ് എത്രത്തോളം അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം കർത്താവിനെ ആരാധിപ്പാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത, അതുപോലെ ഒരു പുതിയൊരു പാട്ട് പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പ്രത്യേകാലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാം കൂടെ ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിൻ്റെ ദാസൻ സാബു ചാരുമൂടിനെ ഒന്ന് അഭിനന്ദിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സകലമാനവും മഹത്വം അർപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ അനുഗ്രഹകരമായ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. അതിനു മുമ്പായി ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ CJ ജോസ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വലിയവനായ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തുടർന്ന് ദൈവത്തിന് വിലയേറിയ സാന്നിധ്യം കൂടി ഇരിക്കുവാൻ, തുടർന്ന് ക്ലാസ്സുകൾ എടുക്കുന്ന ഡോക്ടർ അലീന ജോൺസനെ ദൈവം അധികം ബലപ്പെടുത്തുവാൻ, ശക്തീകരിപ്പാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സർവശക്തനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യാൽ ഞങ്ങളുടെ കർത്താവെ, ഈ സെമിനാറിൻ്റെ 2ാമത്തെ ദിവസം ഞങ്ങൾക്കൊരുമിച്ച് ദൈവത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. കഴിഞ്ഞ ദിവസം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സ്തോത്ര സെമിനാർ നടക്കുവാൻ, ക്ലാസ്സുകളൊക്കെ എടുക്കുവാൻ കർത്താവ് സഹായിച്ചു. 2ാം ദിനമായി ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൃപയും ഞങ്ങളുടെ മേൽ അവിടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പൽക്കാലം കർത്താവെ പാട്ടുകളൊക്കെ പഠിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനായി കർത്താവെ സ്തോത്രം. കർത്താവെ ട്യൂഷനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അധ്യക്ഷം വഹിക്കുന്ന കർത്താവ് മനോജ് പാസ്റ്റർക്കായി സ്തോത്രം. ഞങ്ങളുടെ സെഷൻ പ്രിൻസിപ്പൽക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി ഞങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കാലഘട്ടത്തിൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല തലമുറകളായി കർത്താവെ സഭയ്ക്കും ദേശത്തിനും ഭവനങ്ങൾക്കെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഈ സെമിനാർ മുഖാന്തരമായി തീരും. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന സകല മഹത്വം കർത്താവിന് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ ദാസനോട് നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ, വിശേഷ നമ്മുടെ സെക്ഷന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷോജി പാസ്റ്റർ, ബാക്കിയുള്ള എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ, കുഞ്ഞുങ്ങൾ, CA അംഗങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, അധ്യാപകർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ 2ാമത്തെ ദിവസം നമുക്ക് വളരെ അനുഗ്രഹമായി തീരുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ നമുക്കായിരിക്കാം. തുടർന്ന് ക്ലാസ്സുകൾ നയിക്കുന്ന കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തുവാനും മുന്നോട്ട് ക്ഷണിക്കുവാനും നമ്മുടെ പ്രസ്ബിറ്ററിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമുള്ളവരാണോ? ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ, കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ നടുവിൽ ഡോക്ടർ അലീന ജിജോ പണിക്കർ സ്തോത്രം കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ഡോക്ടർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളത്ത് സൈക്യാട്രി അസിസ്റ്റൻ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. സൈക്യാട്രി എന്തുവാ? മനോശാസ്ത്ര വിദഗ്ധ. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞത് തെറ്റുണ്ട്, ക്ഷമിക്കണം. സ്തോത്രം. ഡോക്ടർ അനുഗ്രഹീതമായ നിലയിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു കുടുംബമാണ്. ഡോക്ടർ ജിജോ പണിക്കറുടെ വൈഫാണ്. അവരുടെ പ്രിയ കുഞ്ഞും കടന്നു വന്നിട്ടുണ്ട്. ആമയ മോള്, ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ടാണ് പ്രിയപ്പെട്ടവർ കടന്നു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് നമുക്കിവിടെ നടക്കുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന എല്ലാവരും ഇല്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അതൊരു വലിയൊരു നഷ്ടമാണ്. ഡോക്ടർക്ക് നമ്മോട് സംസാരിക്കാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അല്പസമയം ഡോക്ടർ നൽകുന്നുണ്ട്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്ടറോട് സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സമയം ക്ലാസ് കഴിഞ്ഞിട്ട്
നമ്മൾ അതിനുള്ള സമയമുണ്ടാവും. പ്രിയപ്പെട്ടവർ, ഇന്ന് രാവിലെ എറണാകുളത്തു നിന്നാണ് യാത്ര ചെയ്ത് കടന്നു വന്നത്. കർത്താവ് സഹായിക്കട്ടെ. ഡോക്ടർ അലീന ജിജോ പണിക്കരെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യമായിട്ട് ഇങ്ങനൊരു അവസരം തന്നതിന് സെഷനോട്, പ്രസ്ബിറ്റർ ഷോജി പാസ്റ്ററോട്, മറ്റ് ദൈവദാസന്മാരോട് എല്ലാവരോടും പിന്നെ ദൈവനാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണോ? കേൾക്കാലോ അല്ലേ? ഓഡിബിൾ ആണോ? ഷുവർ. എന്താ ക്ലാസ് എടുക്കാൻ പോകുന്നതെന്നറിയോ? എന്തിനെ പറ്റിയാ ക്ലാസ് എടുക്കുന്നതെന്ന് അറിയോ? എന്താ മെന്റൽ ഹെൽത്ത് എന്ന് വെച്ചാ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം ഒന്ന് പറയാം. ഓക്കെ, ഒന്നും കണ്ട് പേടിക്കണ്ട. മെന്റൽ ഹെൽത്ത് ആയതുകൊണ്ട് ഒരു ഡെഫിനിഷൻ അവിടെ എടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, എന്താ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ? ശരീരത്തിൻ്റെ ആരോഗ്യം അറിയാം അല്ലേ? നമുക്ക് ശരീരത്തിലെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരോഗ്യവാന്മാരാണ്, ആരോഗ്യവതികളാന്ന് പറയും അല്ലേ? മനസ്സിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക്, ഇപ്പം നിങ്ങളെല്ലാവരും ഓരോ വ്യക്തികളാണ് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ വലിയ കുഴപ്പമില്ലാതെ അതിനെ നേരിടാൻ പറ്റുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ, പഠിക്കുന്നവരാണെങ്കിൽ പഠിത്തത്തിൽ, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട്, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിലായിരിക്കുന്നത്, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ മെൻ്റലി ഹെൽത്തിയാണ്, നിങ്ങൾക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഇപ്പൊ ഇവിടെ കൗമാരപ്രായക്കാരും യുവജനങ്ങളും ആണോ ഉള്ളത് അല്ലേ? എന്താ കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ ഏത് പ്രായം മുതലുള്ളവരെയാ കൗമാരപ്രായക്കാരെന്ന് പറയുന്നത്? അപ്പം മാനസിക ആരോഗ്യത്തെ പറ്റി ആണെങ്കിലും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കൗമാരപ്രായക്കാരെ പറ്റിയും അതേപോലെ യുവജനങ്ങളുടെയും മാനസികാരോഗ്യത്തെ പറ്റിയാണ് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അറിയണ്ടേ ആരൊക്കെയാ കൗമാരം എന്ന് വെച്ചാൽ? അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രായം മുതലാ? എഴുതിയെടുക്കണ്ട. ഓക്കെ, ഏത് പ്രായം മുതലുള്ളവരോ? ഞാൻ കൗമാരത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ടീനേജ് ആണെന്ന് പറയണമെങ്കിൽ ഏത് പ്രായം മുതലുള്ളവരാ പറയുന്നത്? WHO അറിയാലോ അല്ലേ? ലോകാരോഗ്യ സംഘടന, ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവരുടെ ഡെഫിനിഷൻ പ്രകാരം എത്ര വയസ്സാണ്? 10 മുതൽ 19 വയസ്സ് വരെ ഉള്ളവരെ എന്ത് പറയും? നിങ്ങളെല്ലാം 10 തൊട്ട് 19 വയസ്സുള്ള ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഏത് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാ? അഡോളസൻ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാ. ഓക്കെ, യൂത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഡെഫിനിഷനും അനുസരിച്ചിട്ട് 15 തൊട്ട് 24 വയസ്സുള്ളവരെ നമ്മൾ യൂത്ത് എന്ന് പറയും. രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ യുവജനങ്ങൾ എന്ന് പറയും. ഓക്കെ, യങ് ജനറേഷൻ എന്ന് പറയും, 10 to 24. ഓക്കെ, ബൈബിളിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ടോ? അഡോളസെന്റ് പ്രായക്കാരെ പറ്റിയും കൗമാരപ്രായക്കാരെയും യുവജനങ്ങളെ പറ്റിയും ബൈബിളിൽ പറയുന്നുണ്ടോ? ഉണ്ടല്ലേ? എന്താ പറയുന്നേ? എല്ലാവർക്കും അറിയാവുന്ന വാക്യാ അല്ലേ? എന്താ സദൃശവാക്യം പറയുന്നേ? സദൃശവാക്യം 22:6 എന്താ പറയുന്നേ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. അതാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? നിങ്ങളെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രായമായാലും മറക്കില്ല എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, യുവജനങ്ങളെ പറ്റി എന്താ പറയുന്നത്? യുവജനങ്ങളും ഇല്ലേ ഇന്ന് ഇതിനകത്ത്? അവരെ പറ്റി എന്താ ബൈബിളിൽ പറയുന്നത്? യൂത്തിനെ പറ്റി ബൈബിൾ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ആർക്കെങ്കിലും മൈക്കുണ്ടോ ഇവിടെ? 1 തിമോഥെയോസ് 4:12 പെട്ടെന്നൊന്ന് വായിക്കോ. നിങ്ങൾ കേട്ടോ? എല്ലാരും കണ്ടോ? എന്താ പറയുന്നേ? നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കരുതെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഓക്കെ, ബൈബിളിൽ പറയുന്നത് നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കരുത്. നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങളുടെ സഹവിശ്വാസികൾക്ക് എന്ത് മാതൃക ഉള്ളവരായിരിക്കണമെന്ന്
ആണ് ബൈബിളിൽ ബാലന്മാരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം യങ് പീപ്പിളിനെ പറ്റിയും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ ഇത്രയും പ്രത്യേകത കൊടുത്ത് ഇവരെ പറ്റി പറയാനുള്ളതിൻ്റെ സയൻസ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, എന്താ അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങളൊരു കുട്ടികളായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ, അല്ലേ? എല്ലാവരും കുട്ടികളുടെ പരിഗണനയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആൾ, കൊച്ചു കുട്ടിയാണെന്നുള്ള പരിഗണന കിട്ടിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എന്ത് പറ്റിയ ഒരു മാറ്റം, അല്ലേ? മാറിയോ? ഹലോ, ഓക്കെ. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിന്ന് നിങ്ങൾ മുതിർന്ന ആളുകളായിട്ട് മാറുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു തൂക്കുപാലം എന്ന് പറയാം, ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് ഏത്? നിങ്ങൾ കുട്ടികളാണോ ചോദിച്ചാൽ നിങ്ങൾ കുട്ടികളും അല്ല, നിങ്ങൾ മുതിർന്ന വ്യക്തികളാണോ ചോദിച്ചാൽ നിങ്ങൾ മുതിർന്ന വ്യക്തിയല്ല. രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സമയമാണ് എന്ത്? കൗമാരപ്രായം എന്ന് പറയുമ്പോൾ. ഓക്കെ, എന്താ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആരാ? അൾട്ടിമേറ്റ്ലി ഗോഡാണ്. നമ്മുടെ ശരീരത്തിൽ ഏത് അവയവമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്? ബ്രെയിൻ ആണ്, അല്ലേ? മൃഗങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടോ? ആനയ്ക്ക് നമ്മളെക്കാളും വലിയ ബ്രെയിൻ ഉണ്ട്, ഇല്ലേ? മൃഗങ്ങൾക്ക് ബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഏറ്റവും വലിയ ആനയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ബ്രെയിൻ ആനയ്ക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആന ചെയ്യുന്നുണ്ടോ? മൃഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പം അവരുടെ ബ്രെയിനും നമ്മുടെ ബ്രെയിനും തമ്മിൽ എന്താ നമ്മുടെ പ്രത്യേകത? മനുഷ്യരുടെ പ്രത്യേകത എന്താ? നമുക്ക് ഡിസിഷൻസ് ഒക്കെ, കാര്യങ്ങളൊക്കെ ആലോചിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാനും, അല്ലേ? കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ, ഇതൊക്കെ അവർക്ക് പറ്റുമോ? ഇല്ല. അവർക്ക് ഇമോഷൻസ് ഉണ്ടോ? ഇമോഷൻസ് ഉണ്ട്. നമ്മളുടെയും അവരുടെയും ബ്രെയിൻ തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് ഒരു റെഡ് ഏരിയ കണ്ടോ? സ്റ്റേജിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ? കാണാമോ നിങ്ങൾക്ക്? ഈ റെഡ് ഏരിയ മനസ്സിലായല്ലോ? റെഡ് ഏരിയ കാണുന്നുണ്ടോ? ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ഉദ്ദേശിച്ചാൽ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. എന്താ അവിടെ എഴുതിയേക്കുന്നേ? പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. നിങ്ങൾ പേരൊന്നും കേട്ട് പേടിക്കണ്ട. ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന്? ഇല്ല. ഇതാണ് നമ്മുടെ ബ്രെയിനും ആനിമൽസിൻ്റെ ബ്രെയിനും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്കിതുണ്ട്, അവർക്ക് ഇതില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ നമ്മുടെ മുൻവശത്തായിരിക്കുന്നത് കേട്ടോ, നമ്മുടെ തലയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മൾ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്, ഒരു ലോജിക്കായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. അതല്ലേ നമ്മുടെ പ്രത്യേകത, അല്ലേ? അതുണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് കറക്റ്റായിട്ട് പോകാൻ പറ്റൂ, അല്ലേ? പിന്നെ ഒരു ചെറിയ ഏരിയ കാണിച്ചേക്കുന്നത് അമിഗ്ഡാല എന്ന് എഴുതിയേക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ, ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളെ, വികാരം എന്ന് പറയുമ്പോൾ ദേഷ്യം, സങ്കടം, സന്തോഷം, അല്ലേ? ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് അമിഗ്ഡാല എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പം ഇത് രണ്ടും നമുക്കുണ്ട്. പക്ഷെ ഇത് രണ്ടും പൂർണ്ണമായിട്ട് വളർച്ച പ്രാപിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഇത് രണ്ടും വേണ്ടേ തീരുമാനം എടുക്കാൻ? നമ്മൾ ഇമോഷൻ്റെ പുറത്ത് തീരുമാനം എടുത്താൽ ശരിയാവുമോ? നിങ്ങൾ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കുക, അത് തെറ്റിപ്പോയുള്ള സാധ്യതയാണ് 90%, അല്ലേ? എന്നാൽ നിങ്ങൾ വികാരം ഒന്നും കണക്കിടാതെ നിങ്ങൾ ബുദ്ധി കൊണ്ട് മാത്രം തീരുമാനം എടുത്താലും എന്ത് പറ്റും? നമ്മൾ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളെന്ന് പറയും, അല്ലേ? ഒരു മനസ്സലിവില്ലാത്ത ആളാന്ന് പറയും, അല്ലേ? അപ്പം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളിലും കണക്കിലെടുക്കണം, അതിനകത്ത് ലോജിക്കും കണക്കിലെടുക്കും. ഇത് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിലെ ഏരിയാസ് ആണ് ഇത് രണ്ടും. ഓക്കെ, ഇത് രണ്ടും എപ്പോഴാണ് ഡെവലപ്പ് ആവുന്നത്? ജനിക്കുമ്പോഴേ ഉണ്ടോ? ഇത് രണ്ടും ജനിക്കുമ്പോഴേ ഇല്ല. ഇത് പതുക്കെ പതുക്കെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആകാൻ എത്ര വയസ്സാവുന്ന ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഒരു ആവറേജ് 24 വയസ്സാവുമ്പോഴേ ഇതിൻ്റെ വളർച്ച
പൂർത്തിയാക്കുന്നുള്ളൂ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന കൗമാരപ്രായക്കാരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കംപ്ലീറ്റ് ആയോ? ഇല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അമിഗ്ഡാല ഓൾറെഡി വളർച്ച കംപ്ലീറ്റ് ആയി. അപ്പം നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇമോഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട്, പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്ന, കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കംപ്ലീറ്റ് വളർച്ച എത്തിയിട്ടില്ല. അപ്പോൾ കൗമാരപ്രായക്കാർ ഡിസിഷൻ എടുത്ത് എങ്ങനെ ഇരിക്കും? കൂടുതലും വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത. അത് തെറ്റിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്ന ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവർക്ക് സ്വയം തീരുമാനിക്കുക ഏതാ കറക്റ്റ് എന്ന് ഡിസൈഡ് ചെയ്യാൻ അപ്പം അറിയില്ല. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കണം എന്ന് ഓൾറെഡി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ മുതൽ നിങ്ങൾക്ക് തോന്നാറില്ല അച്ഛനും അമ്മയ്ക്ക് എൻ്റെ വിഷമം എന്താ മനസ്സിലാകാത്തെ, അല്ലേ? നിങ്ങളുടെ സങ്കടം എന്താ അവർക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാകാത്തെ, അവരെന്താ അത് മനസ്സിലാക്കാതെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ? അപ്പം നിങ്ങൾ ചിന്തിക്കുന്നതും ഒരു 25 വയസ്സ് കഴിഞ്ഞ ആൾ ചിന്തിക്കുന്നതും തമ്മിൽ വൈകാരികമായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായല്ലോ. എന്ത് മനസ്സിലായി? ഇപ്പം തീരുമാനമൊക്കെ എടുത്താൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം എന്ത് ചെയ്യണം? മുതിർന്ന ആരോടെയിലൂടെ അഭിപ്രായങ്ങളെ ചോദിച്ചിട്ടേ നിങ്ങൾ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പാടുള്ളൂ, കേട്ടോ. ജസ്റ്റ് ഒരു സയൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ, നിങ്ങൾക്ക് ന്യൂറോൺസ് എന്നറിയാലോ അല്ലേ? ന്യൂറോൺസ് എന്താ? ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നാഡീകോശം അല്ലേ? സെല്ലറിയാലോ. നമ്മുടെ ബ്രെയിനാന്ന് പറഞ്ഞാലും ബ്രെയിനിലെ മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലായില്ലെങ്കിൽ പറയണം, കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയും. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ പോരെ? ഓക്കെ, അപ്പം ബ്രെയിനിലെ ന്യൂറോൺസ് അഥവാ നാഡീകോശങ്ങളാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ കെമിക്കൽസ് നിങ്ങൾ ഓർത്താൽ മതി. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ജനിച്ച ഒരു കുട്ടിയുടെ ഫസ്റ്റ് പിക്ചർ കണ്ടോ? അത് അങ്ങനെ കാണിച്ചു വെക്കുന്നത് ന്യൂറോൺസ് ആണ്. ന്യൂറോൺസ് കൂടുതലാണോ കുറവാണോ? കുറവാണ്. രണ്ടാമത്തെ പിക്ചർ ഒരു 6 വയസ്സുള്ള കുട്ടിയുടെയാ. കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. മൂന്നാമത്തെ പിക്ചർ അഡോളസെന്റ് അല്ലേ? കൗമാരത്തിലുള്ള 14 വയസ്സുള്ള ഒരാളുടെ ബ്രെയിനാ. അവിടെയും കൂടുതലാണോ കുറവാണോ? ആദ്യത്തെക്കാളും കൂടുതലും രണ്ടാമത്തെക്കാളും കുറവ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 6 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോൺസ് മാക്സിമം ആവും. ഓക്കെ, അതിനുശേഷം ചില ന്യൂറോൺസ് ചുരുങ്ങി വേണ്ടാത്തതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ആവശ്യമുള്ളത് മാത്രമേ പിന്നെ ബാക്കി നിൽക്കത്തുള്ളൂ. ഈ ആവശ്യമുള്ളത് ആരാ ഡിസൈഡ് ചെയ്യുന്നേ? ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അവർക്ക് എന്ത് ട്രെയിനിങ് ആണ് കിട്ടുന്നേ? നിങ്ങൾ എന്താ, നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താ, ശീലങ്ങൾ എന്താണെന്നനുസരിച്ചിരിക്കും ഏതൊക്കെ ന്യൂറോൺസ് ഒരു അഡോളസെൻ്റ് ആവുമ്പോഴത്തേക്കും അവിടെ നിൽക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾ പഠിക്കുന്നേ ഇല്ല. അപ്പോൾ ബ്രെയിൻ വിചാരിക്കും ഓ പിന്നെ പഠിത്തത്തിൻ്റെ ന്യൂറോൺസിൻ്റെ ഒന്നും ആവശ്യം ഇല്ല, നിങ്ങൾക്ക് കളിയുടെ മാത്രം മതി. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? കളിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂറോൺസ് ഒക്കെ അവിടെ ഇരിക്കും, പഠിക്കാനുള്ള ന്യൂറോൺസ് ഒക്കെ നശിച്ചു പോകും. പിന്നെ ഉണ്ടാക്കാൻ നോക്കിയാൽ പറ്റുമോ? ഒരിക്കലും ഡീജനറേറ്റ് ചെയ്യാത്തൊരു സാധനമാണ് ന്യൂറോൺസ്, കേട്ടോ. തിരിച്ചു വരത്തില്ല പോയി കഴിഞ്ഞാൽ. അപ്പം മനസ്സിലായോ? അപ്പം ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഭാവിയെ ഒത്തിരി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ബ്രെയിനിൻ്റെ ചേഞ്ചസ് മാത്രമല്ല, ഒരു കൗമാരം നിങ്ങൾക്ക് അറിയാം, കൗമാരപ്രായം എത്തുമ്പോഴത്തേക്കും ഹോർമോൺസിൻ്റെ ചേഞ്ചസ് കൂടെ വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. എന്ത് വ്യത്യാസം വരും? ഇതിനകത്ത് കൗമാരപ്രായക്കാർ എത്ര പേരുണ്ടെന്ന് കൈവക്കിക്കേ. അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള എത്ര പേരുണ്ട്? അതിലും താഴെയുള്ളവരുണ്ടോ? നിങ്ങൾ 10 വയസ്സിൽ താഴെയുള്ളവരാണോ? ആ, അപ്പം മനസ്സിലായില്ല. 10 വയസ്സിന് മുകളിലേക്കും ഉള്ളവരാണ് ചോദിച്ചത്. 10 തൊട്ട് 19 വയസ്സുള്ള എത്ര പേരുണ്ട്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഓക്കെ, 24 വയസ്സിന് താഴെയുള്ളവരോ? നിങ്ങൾ 2 അല്ലേ? ഓക്കെ, ശരി. ഈ സമയത്തെ പ്രത്യേകത എന്താ? ഈ സമയത്ത് നമ്മളെ ആരും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല,
നമ്മൾ പറയുന്നതിന് ആരോട്ടൊരു വില തരുന്നില്ല, അങ്ങനത്തെ ചിന്തകളൊക്കെ വരും അല്ലേ? വരത്തില്ലേ? വന്നിട്ടില്ല? ആർക്കും വന്നിട്ടില്ല? വരാറുണ്ട്. എന്താ നമ്മൾ പറയുന്ന ആരും വിലക്ക് എടുക്കാത്തത് എന്നൊക്കെ ഒരു ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? എങ്ങനെ വിലക്ക് എടുക്കാം? അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഒരു ലൈക്കും കമൻറ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളെ വീട്ടിൽ വലിയ അംഗീകാരം കിട്ടിയില്ലെങ്കിലും നമുക്ക് പുറത്ത് ഭയങ്കര അംഗീകാരമാണെന്ന് തോന്നി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ? പിന്നെന്താ വേറെ പ്രത്യേകത? ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും പരീക്ഷിക്കണം. അങ്ങനെ പുതിയതായിട്ട് പരീക്ഷിക്കാൻ പോയാണ് വേറെ പല കുടുക്കുകളിലും പോയി ചാടുന്നത്. ഇതൊക്കെ ഈ സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബ്രെയിനിൽ വരാവുന്നതാണ്. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് പറ്റണം? മനസ്സിലായോ? ഓക്കെ, എപ്പോഴേലും മനസ്സിലാവുന്നില്ലേ പറയണേ. ഈ പിക്ചർ കണ്ടിട്ട് എന്താ മനസ്സിലായേ? ഈ പിക്ചർ കണ്ടിട്ട് ഒരാൾ ഷേവ് ചെയ്യുന്നു, ഒരു ചെറിയ കുട്ടി ഷേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ആള് ചെയ്യുന്ന കണ്ടിട്ട് അതേപോലെ ചെയ്യാൻ നോക്കുക അല്ലേ? വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അമ്മ തൂക്കുമ്പോൾ പൊക്കാൻ വയ്യാത്ത ചൂല് എടുത്തുകൊണ്ട് തൂക്കാൻ പോകുന്ന ചെറിയ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? അവർ ഫോൺ വിളിക്കുന്ന നോക്കി ഫോൺ എടുത്ത് സംസാരിക്കാൻ നോക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? നിങ്ങളാരും ചെയ്തിട്ടുമില്ല? അവരെ പോലെ വലിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി പോവാൻ ശ്രമിക്കാറില്ലേ? നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? എന്താ കാര്യം? അതിൻ്റെ സയൻസ് എന്താ? അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുള്ള പറയും, പിള്ളേരല്ലേ, നിങ്ങളുടെ അമ്മമാർ പറയും പഠിക്കുന്ന പിള്ളേരുടെ കൂടെ മാത്രമേ കൂട്ടുകൂടാവൂ അല്ലേ? പഠിക്കാത്ത പിള്ളേരുടെ കൂട്ടുകൂടിയാൽ നിങ്ങളും ചീത്തയായിപ്പോൾ. ഹോസ്റ്റലിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഹോസ്റ്റലിൽ റൂമിൽ എത്ര പേര്? 2-3 പേരൊക്കെ കാണില്ലേ? 3 പേരുടെ പഠിക്കാനിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഇന്ന് പഠിക്കണ്ട, നമ്മളവിടെ വെറുതെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ 2 പേരും വെച്ച് പിടിച്ച് പഠിത്തമാണ്. നമുക്ക് എന്ത് തോന്നും? പഠിക്കാൻ തോന്നും. നിങ്ങൾ 3 പേര് ഇരുന്ന് പഠിക്കുക. ഒരാൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നിട്ട് കയറി കിടന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ആളും കിടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ 3 പേരും ഉറക്കമായിരിക്കും. എന്തോ ഇതിൻ്റെ പുറയിലെ സയൻസ്? ഇതിൻ്റെ പുറയിലെ സയൻസാണ് മിറർ ന്യൂറോൺ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താ പേരെന്താ? മനസ്സിലാൻ വേണ്ടിയാണ്. എന്താ പേര്? ഏഡനും ജെർഷോൺ. ഓക്കെ, അപ്പോൾ ഒരാള് ഇപ്പം ജെറോമാണ്, ഏഡൻ എന്നല്ലേ പറഞ്ഞേ. ഏഡന് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനിരിക്കുക എന്ന് വെച്ചോ. ഒരു കാര്യം പഠിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ പഠിക്കണമെങ്കിൽ എന്ത് വേണം? സ്വാഭാവികമായിട്ടും ബ്രെയിനിൽ കുറേ ഏരിയാസ് ഒക്കെ ആക്റ്റീവ് ആണോ അല്ലേ? എന്നാലല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരാൾ പഠിക്കുമ്പം ആ ബ്രെയിനിൽ കുറച്ച് ഏരിയാസ് ഒക്കെ ഭയങ്കര സ്റ്റിമുലേറ്റ് ആയി ആക്റ്റീവ് ആവും. കണ്ടോണ്ട് നിൽക്കുമ്പോഴോ? അപ്പോൾ വേറൊരാളത് കാണുവാണെങ്കിലോ, അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുവാണെങ്കിലോ, ഒബ്സർവ് ചെയ്യുവാണെങ്കിലോ ബ്രെയിനിൽ അതേ ഏരിയ ആക്റ്റീവ്. അതായത് ഇപ്പം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രെയിൻ ആക്റ്റീവ് ആവുന്ന പോലെ ഞാൻ പഠിക്കുന്നത് കാണുന്ന ഒരു വ്യക്തിയുടെ അതേ ഏരിയാസ് ബ്രെയിനിൽ ആക്റ്റീവ്. അപ്പം എന്ത് ചെയ്യും? ആ ആൾക്കും എന്ത് തോന്നും? ആ ആൾക്കും പഠിക്കാൻ തോന്നും. ഇത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമാണോ? നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്താലും ഒബ്സർവ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നോ അതേ ഏരിയ നമ്മുടെ ബ്രെയിനിൽ ആക്റ്റീവ്. അപ്പം നമുക്കും എന്ത് ചെയ്യാൻ തോന്നും? അതേ കാര്യം. എല്ലാവരും നല്ല കാര്യങ്ങളാണോ ചെയ്യുന്നേ? ആരുണ്ട് ചുറ്റും നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് അതേപോലെ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും നമ്മുടെ ചുറ്റുപാടും ഉണ്ടോ? ആരും പെർഫെക്റ്റ് അല്ല അല്ലേ? അപ്പം നമുക്ക് സയൻസിൽ അങ്ങനെ ഒരു തിയറി ഉണ്ട്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കും. ബൈബിളിൽ എന്താ പറയുന്നേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? ആരെ ഒബ്സർവ് ചെയ്യണം? ആരിലേക്ക് നോക്കണം? ആരുടെ കൂടെ നടക്കണം? അവിടെ ഒബ്സർവ് ചെയ്താൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്ത് എന്തായാലും വേണ്ടാത്ത സ്വഭാവങ്ങൾ നമുക്ക് കിട്ടുമോ? വേണ്ടാത്ത ശീലം എന്തെങ്കിലും നമ്മുടെ കൂടെ വരുമോ? ഇല്ല. അപ്പം അതിൻ്റെ സയൻസാണ് അതിൽ കാര്യമുണ്ടോ? പഴഞ്ചൊല്ലുണ്ട്. എന്താ പറയുന്നത്? മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും കല്ലിനും ഉണ്ട് സൗരഭ്യം എന്ന് വെറുതെ പറയുന്നില്ല, സയൻസ് ഉണ്ട് ബൈബിളിൽ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞേക്ക് നമ്മൾ ആരെ നോക്കണം, ആരെ നോക്കി പഠിക്കണം, ആരെ നമ്മൾ ബൈബിൾ വാക്യം വായിക്കണോ? ഒരു വാക്യം വായിച്ചോ വേണമെങ്കിൽ. ഇത് വായിച്ചോ. 1 ദിനവൃത്താന്തം 16:11 വായിച്ചേ. സ്പീഡാണോ
തേടണം? ആരെ അന്വേഷിക്കണം? അപ്പം നമ്മൾ എപ്പോഴും ദൈവത്തെ പറ്റിയാണ്, ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. എങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും? നമ്മൾ ബൈബിളൊക്കെ വായിച്ച് ദൈവം ചെയ്ത കാര്യങ്ങളും ദൈവത്തിൻ്റെ കാര്യങ്ങളും ദൈവത്തെ കൂടുതലായിട്ട് അറിയുമ്പോൾ നമ്മളുടെ ഒബ്സർവേഷൻ എങ്ങോട്ടാ? ലോകത്തിലേക്കാണോ? അപ്പം നമ്മളിലേക്ക് വരുന്ന ക്വാളിറ്റീസ് ആരുടെയാണ്? യേശുവിൻ്റെ ക്വാളിറ്റീസ് നമ്മളിലേക്ക് വരും. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് നമ്മൾ ആരെ പോലെ ആകണം? പോസിബിൾ ആണോ? നമ്മൾ പോസിബിൾ അല്ല എന്ന് പറയല്ലേ? നമ്മൾ ഹോളി സ്പിരിറ്റ് വെച്ചിട്ടേ പോസിബിൾ ആവുള്ളൂ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം അതിലെ ഒരു സയൻസ് ആണ് പറയുന്നത്. നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത, ബൈബിൾ കൂടുതലായിട്ട് വായിച്ച, ധ്യാനിച്ച, നമ്മുടെ ഫോക്കസ് കൂടുതൽ ദൈവത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ദൈവത്തിൻ്റെ ക്വാളിറ്റീസ്, സ്വഭാവം, ദൈവം ചെയ്ത പോലെ നടത്തുന്ന പോലെയൊക്കെ നമുക്കും ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ എന്താ പ്രാക്ടിക്കലായിട്ട്, ഇതല്ലാണ്ട് വേറെന്താ പ്രാക്ടിക്കലായിട്ട് എടുക്കുന്നത്? ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി ചാടരുത് കേട്ടോ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെറുതെ ഞാൻ അവിടെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാം. അവർ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ ഞാനത് ചെയ്യുന്നില്ല, അവരുടെ സൈഡിലിരിക്കാമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ ഇരിക്കും, രണ്ടാമത് നിങ്ങൾ അവരുടെ കൂടെ കൂടും കേട്ടോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും പോയി പെടാതെ സൂക്ഷിക്കാം. ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, എല്ലാം പറയാൻ സമയമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഞാനൊരു കംപ്ലീഷൻ സേക്കിന് വേണ്ടി ഇട്ടാണ് അല്ലേ. ആദ്യം വരുന്ന മാറ്റം എന്തുവാ? ശരീരത്തിൽ ചേഞ്ചസ് വരും അല്ലേ? അല്ലേ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചേഞ്ചസ് വരും. സ്വഭാവത്തിൽ വരില്ലേ? പലർക്കും തൊട്ടാവാടി എന്നൊക്കെ ഉള്ള പേര് വരും. എത്ര പേർക്കുണ്ട് തൊട്ടാവാടി? തൊട്ടേനും പിടിച്ചനും ഒക്കെ കരയും. ഇത്രയും നാൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ നോക്കിയാൽ മതി അപ്പം കരയും അല്ലേ? അങ്ങനെ ഇല്ല? എനിക്കുണ്ടായിരുന്നു ആ പേര്. നിങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല? പെട്ടെന്ന് സങ്കടം വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇല്ലേ? പണ്ടൊന്നുമില്ല, ഇപ്പം എന്ത് പറ്റിയ നമ്മൾ ചിന്തിക്കും. ഓക്കെ, അതേപോലെ ശരീരത്തിൽ മാറ്റങ്ങൾ വരും അല്ലേ? അപ്പം ഇവിടെ എന്താ പ്രശ്നം? എല്ലാവർക്കും ഒരുപോലെയാണോ? ചിലർക്ക് നേരത്തെ വരാം, ചിലർക്ക് താമസിച്ച് വരാം അല്ലേ? ചിലർക്ക് നമ്മളെ ഈ ഒരു സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ എന്ത് നോക്കുന്നത്? കണ്ണാടിയിൽ കൂടുതൽ സമയം. അപ്പം നമുക്ക് തോന്നുന്നു, ഓ അപ്പുറത്തുള്ള ആളെ, നമ്മുടെ സഹോദരങ്ങളല്ലേ, സ്കൂളിലെ ഫ്രണ്ട്സ്, നമ്മൾ പോരാൻ തോന്നും അല്ലേ? തോന്നിയിട്ടില്ല? നല്ല കാര്യം, തോന്നിയിട്ടില്ലെങ്കിൽ ഓക്കെ, ഒരു കമ്പാരിസൺ വരാം. ഓ എനിക്ക് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ ഇത്രയും ഹൈറ്റ് വേണ്ടായിരുന്നു, ഇച്ചിരിയുടെ കളർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാവുന്ന നമ്മളിലൊരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥ വരുന്ന ഒരു സിറ്റുവേഷനാണിത്. പലർക്കും വരാം. ഓക്കെ, വന്നിട്ടില്ല അല്ലേ? നല്ല കാര്യം, വരാതിരിക്കട്ടെ. അപ്പം അങ്ങനെ വന്നുള്ള പ്രശ്നം എന്താ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനത്തെ പ്രശ്നമുള്ള എന്ന് അവർ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികളെല്ലാം കൂടെ അവരെ കളിയാക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ബുള്ളിങ് ഉണ്ടാവും ഇല്ലേ? അപ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നുന്ന ആളെ ഇങ്ങനെ ഓരോ ഇരട്ടപ്പേരുകളൊക്കെ വിളിച്ച് കളിയാക്കാൻ നോക്കും. നിങ്ങൾ എന്ത് ചെയ്യും? മാറി നിന്ന് ആസ്വദിക്കും. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, അവരുടെ കൂടെ ചേർന്നിട്ട് അവരെ കളിയാക്കാൻ കൂടും. എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ ചെയ്യുന്നേ? നിങ്ങളൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലും ചെയ്യുമല്ലോ. അങ്ങനെ സംഭവമേ ഇല്ല. ഞങ്ങൾ പഠിക്കുമ്പോൾ മാത്രമുള്ള സംഭവമാണ്. ഇപ്പോഴൊന്നും സ്കൂളിൽ ഇരട്ടപ്പേരും ഇല്ല, ആരെയും കളിയാക്കത്തും ഇല്ല, ആർക്കും കോംപ്ലക്സ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെയാണ് പറയുന്നേ? ആണോ? അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം അല്ലേ? അപ്പം എന്താ നിങ്ങൾ ചെയ്യുന്നേ? നിങ്ങൾക്ക് ആ പ്രശ്നമെങ്കിൽ എന്ത് ചെയ്യും? ഓ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ചുകൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം. എന്നിട്ട് അവരോട് ദേഷ്യം. ഇടയ്ക്ക് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ദൈവത്തോടും, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ തന്നൂടായിരുന്നു അല്ലേ, എൻ്റെ മൂക്ക് കുറച്ചും കൂടെ നേരെയാക്കി തന്നൂടായിരുന്നോ അല്ലേ, കണ്ണ് ഇങ്ങനെ ആക്കി തന്നൂടായിരുന്നോ അല്ലേ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടില്ല? ഉണ്ട് അല്ലേ? എന്താ ബൈബിൾ എന്താ പറയുന്നേ? ഒരു ഐഡിയ ഇല്ലേ ഇതിനെപ്പറ്റി? ബൈബിൾ എന്താ പറയുന്നേ? ഒന്നും അറിയത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്യം വായിച്ചോ. റോമർ 9:20 വായിച്ചോ. മറ്റേ ഞാൻ പറയാം. സങ്കീർത്തനങ്ങൾ 139 എന്താ പറയുന്നേ? ആരാ നമ്മളെ മെടഞ്ഞിരിക്കുന്നേ? ദൈവമാണ് നമ്മളെ മെടഞ്ഞിരിക്കുന്നത്. വളരെ അതിശയകരമായിട്ടാണ് നമ്മളെ മെനഞ്ഞിരിക്കുന്നതെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പം നമ്മൾ ആരെയാ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ? ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ദൈവം അവിടെ അതിശയകരമായിട്ട് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തിരിഞ്ഞു നിന്ന് നമ്മൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, എന്നെ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന്. ഓക്കെ, അടുത്തത് യെശയ്യാവിൽ എന്താ പറയുന്നത്? കൊശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ്. ഓക്കെ, തിരിച്ചു പറയാണ്,
എന്നെ എന്തിനാ ഇങ്ങനെ പണിതേ, നിന്റെ കൈ അത്ര പോരാ. കൈ കുശവന്റെ കൈ കൊണ്ടാണല്ലോ പണിയുന്നേ. അപ്പോൾ കൈ അത്ര പോരാന്ന് തിരിച്ച് പരാതി പറയോ? ഇല്ല. റോമറിന്റെ ബാക്കി ഒന്ന് വായിച്ച് 9:20. ദൈവത്തോട് മറുതൽ എന്ന് വായിച്ച്. അപ്പൊ നിങ്ങക്ക് മെനഞ്ഞവനോട് നിങ്ങൾക്ക് എന്തിനെങ്ങനെ മെനഞ്ഞെന്ന് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടോ? ഇല്ല. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ എങ്ങനെയായിരിക്കണം, എങ്ങനെയാ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ എങ്ങനെയാണോ അത് ദൈവം നമുക്ക് തന്ന, ദൈവത്തിന് അറിയാം നമുക്ക് എന്താ വേണ്ടത്. നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവുക. ഓക്കെ. മറ്റേ കാര്യം ഞാൻ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് പ്രശ്നമില്ല, കൂടെയുള്ള ആളുകളെയൊക്കെ ബാക്കിയുള്ളവർ കളിയാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ കൂടെ ചേരാൻ പാടില്ല. ബൈബിൾ എന്താ പറയുന്നേ? നിങ്ങൾക്ക് എന്ത് വേണമെന്നാ പറയുന്നേ? എമ്പതി. നിങ്ങൾക്ക് അനുകമ്പ വേണമെന്നല്ലേ? യേശു കഷ്ടമുള്ളവരെ കാണുമ്പോൾ ചിരിക്കുകയാണോ ചെയ്തേ? നീ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ, നിങ്ങൾക്ക് കുറച്ച് സഹിച്ചോളാൻ പറഞ്ഞ് പരിഹസിച്ചോ? യേശു എന്താ നമ്മളെ പഠിപ്പിച്ചേ? നമ്മൾ അനുകമ്പയും സഹതാപവും ഉള്ളവരാകാനാണ്. അപ്പം നമുക്കും എന്താണ് ആ ക്വാളിറ്റിയാണ് വേണം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇനി നാളെ മുതൽ കളിയാക്കാൻ പോവോ? ഓക്കെ. നിങ്ങളെ കളിയാക്കരുത്, നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകരുത്. നിങ്ങളായിട്ടും ആരെയും ബുള്ളി ചെയ്യാൻ പോവരുത്. ഓക്കെ. ദേഷ്യം ഉണ്ടോ ഇല്ലയോ? എന്താ ചെയ്യുന്ന ദേഷ്യം വരുമ്പം? നമ്മുടെ ഈ കൗമാരത്തിൽ അഡോളസെൻ്റ് ഏജിൽ ഒരു ഹോർമോണിൻ്റെ വ്യതിയാനം കാരണം ദേഷ്യം കൂടുതൽ വരാം. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന പാർട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റേ നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ഏരിയ ഡെവലപ്പ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ദേഷ്യമായിരിക്കും എന്ത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദേഷ്യമായിരിക്കും കൂടുതൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? ദേഷ്യം വരരുതെന്നല്ല പറഞ്ഞേക്കുന്നത്. ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്? ദേഷ്യം വരാം, അത് സ്വാഭാവികമായിട്ടുള്ളൊരു വികാരമാണ്. ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യല്? ദേഷ്യം വരുമ്പം റിയാക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അത് ബൈബിളിലും അങ്ങനെയാണ് പറയുന്നത്, നമ്മളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്ത് ചെയ്യണം ദേഷ്യം വരുമ്പോൾ? നിങ്ങൾ ദേഷ്യം വരുമ്പോൾ എന്തോ ചെയ്യുന്നേ? എന്താ വരുന്നേ? ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള 5 ടിപ്സ് എന്തൊക്കെയാ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തൊക്കെ നിങ്ങൾ ചെയ്യാറ്? നിങ്ങൾ തമ്മിൽ പൊരിഞ്ഞ തല്ല്. എന്ത് ചെയ്യണം? അപ്പം നിനക്ക് ഇവനെ ഒന്ന് അടിച്ചാലും കൊള്ളാന്നൊക്കെ മനസ്സിൽ തോന്നുക. നിനക്കും ഇങ്ങോട്ട് തോന്നുക. എന്ത് ചെയ്യണം? അടിക്കണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യും? എന്ത് ചെയ്യും? ചിരിക്കുവോ? ഇല്ല, ചിരിക്കില്ല. എന്ത് ചെയ്യും? ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് 1 മാസത്തേക്ക് ഇറങ്ങി പോകാനല്ല പറഞ്ഞത്. എന്ത് ചെയ്യണം? ദേഷ്യം വന്നാൽ കുറച്ച് സമയത്തേക്കൊന്ന് മാറി നിൽക്കുക. ഓക്കെ. അത് ഏത് സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ. ഉടനെ പ്രതികരിക്കാതെ അല്പം ഒന്ന് മാറിയില്ലേക്ക്. അപ്പം അവർക്ക് മുമ്പ് നിൽക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതി പറഞ്ഞിട്ട് പോകണം കേട്ടോ. ഞാൻ ഇപ്പം വരാട്ടോന്നോ അല്ലെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്നോ എന്തെങ്കിലും ആ കോൺവെർസേഷൻ ക്ലോസ് ചെയ്തിട്ടേ പോവാം. പക്ഷെ അന്നേരം അതിനോട് പ്രതികരിക്കാതെ ഒന്ന് മാറി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ചെയ്യില്ലേ നിങ്ങൾ? അത് അപ്പം തന്നെ തീർത്തില്ലേ സമാധാനം വരില്ലേ? ഇനി മുതൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ ആണെങ്കിൽ കേട്ടോ. വേറെന്താ ടിപ്പ്? റെസ്പോൺസ് ഡിലേ ചെയ്യാം. ബാക്കിയൊന്ന് വായിച്ചേ. യാക്കോബ് 1:19-20. ഓക്കെ. ഞാൻ ആക്ച്വലി എന്താ ബൈബിളിൽ നിന്നാണല്ലോ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് ആക്ച്വലി ഞങ്ങളുടെ സൈക്കാട്രി ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അത് തന്നെയാണ് എവിടെയും പറയുന്നത്. ഇത് തന്നെയാണ് ബൈബിളിലും പറയുന്നത്. അതാണ് അങ്ങനെ ഇതായിട്ട് വന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റെസ്പോൺസ് നമ്മളെല്ലാവർക്കും കൊടുക്കുന്ന ടിപ്സാണിത്. നമ്മൾ ആ ദേഷ്യം കൂടുതലായിട്ട് ഒപ്പി വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണിത്. ഇത് തന്നെയാണ് ബൈബിളിലും പറയുന്നത്. രണ്ടും ഒരുപോലെ വന്നു. ഓക്കെ. അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ മറുപടി കേൾക്കാൻ വേഗതയും പറവാൻ താമസം ഉള്ളവരായിരിക്കണം. ഇരിക്കുവോ? അടുത്തത് ഡിസ്ട്രാക്റ്റ് എന്ന് വെച്ചാൽ
നിങ്ങളിപ്പം നിങ്ങൾക്ക് ദേഷ്യം വന്നു, നിങ്ങൾ അവിടുന്ന് മാറി അല്പം അങ്ങോട്ട് മാറി നിന്നു. അവിടെ ചെന്നിട്ട് ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ചിരുന്നാലും പ്രശ്നം എന്താ? അപ്പോൾ ഉള്ള ദേഷ്യം കുറച്ചുകൂടെ ആലോചിച്ച് പഴയ കാര്യങ്ങളോട് എടുത്ത് കുറച്ചുകൂടെ വീർപ്പിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ പോയി കൂടുതൽ വിഷയമാകാൻ സാധ്യത. അപ്പം നിങ്ങൾ മാറി നിൽക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ? അതിനെപ്പറ്റി അവർക്ക് എതിരെ പറയാനുള്ള കൂടുതൽ പോയിന്റ്സ് അന്വേഷിക്കുകയല്ല വേണ്ടേ. എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണം? കുറച്ച് നേരത്തേക്ക് നമ്മുടെ മനസ്സ് മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് കാര്യം ചെയ്യും? നിങ്ങൾ എത്ര പേര് മാറി നിന്ന് ബൈബിൾ വായിക്കും? ആരെങ്കിലും വായിക്കുമോ? വെരി ഗുഡ്. വേറെന്ത് ചെയ്യാം? നിങ്ങൾ അല്പം ഒന്ന് മാറി നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യും. വീടാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പശുവോ പട്ടിയോ പൂച്ച എന്തെങ്കിലും അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളൊരു പാട്ട് കേൾക്കുകയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു അല്പം വെള്ളമെങ്കിലും ആ സമയത്തേക്ക് പോയി കുറച്ച് വെള്ളമെങ്കിലും എടുത്ത് കുടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവും. പിന്നെന്ത് ചെയ്യാം? എല്ലാവരും പറയും ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ഡീപ്പ് ബ്രെത്ത് എടുക്കുക. എന്താ അതിൻ്റെ ഒരു കോൺസെപ്റ്റ്? എന്താ ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നതിൻ്റെ? ഡീപ്പ് ബ്രെത്ത് എടുക്കുന്ന മാത്രമല്ല, നമ്മുടെ ബോഡിയിലെ ഏത് മസിലിനെയും ദേഷ്യം വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡിയിലെ എല്ലാ മസിലും അങ്ങ് വലിഞ്ഞു മുറുകും അല്ലേ? നമുക്ക് ഭയങ്കര ടൈറ്റ്. അതുകൊണ്ടാണ് തലവേദന വരുന്നത്, വയറുവേദന വരുന്നത്. ഓക്കെ, അപ്പോൾ ആ മസിൽസ് ഭയങ്കര ടെൻഷൻ, അതിൻ്റെ ഒരു വലിഞ്ഞു മുറുകുന്നതുകൊണ്ടാണ് അതിൻ്റെ ശരീരത്തിലെ ചേഞ്ചസ് വരുന്നത്. നമ്മളത് തിരിച്ചെടുക്കുക. അതായത് മസിലിനെ റിലാക്സ് ചെയ്താൽ എന്ത് സംഭവിക്കാം? ആ ദേഷ്യം കുറച്ച് റിലാക്സ് ആകാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ സൈക്കോളജി. മനസ്സിലായോ? ദേഷ്യം വരുമ്പോൾ മസിൽ ടെൻഷൻ വരുന്നു, മസിൽ വലിഞ്ഞു മുറുകുന്നു. തിരിച്ച് മസിലിനെ റിലാക്സ് ചെയ്യാൻ പറ്റിയ, ആ ദേഷ്യം വരുന്ന സമയത്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ബോഡി മൈൻഡും ഓട്ടോമാറ്റിക്കലി റിലാക്സ് ആകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പുറകിലെ സൈക്കോളജി. അപ്പോൾ ഡീപ്പ് ബ്രെത്ത് എടുക്കുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ മസിലും കാര്യങ്ങളൊക്കെ റിലാക്സ് ആവുന്നതുകൊണ്ടാണ് ആ സമയത്ത് നമ്മുടെ മൈൻഡും റിലാക്സ് ആവുന്നത്. ഡീപ്പ് ബ്രെത്ത് എടുക്കാറുണ്ടോ നിങ്ങൾ കാര്യമായിട്ടും ചെയ്യുന്നത്? ദീർഘശ്വാസം വലിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഒരു 5-6 പ്രാവശ്യം ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ, അത് ചെയ്യുമോ? ഇനി ദേഷ്യം വരുമ്പോൾ ചെയ്യുമോ? പിന്നെന്ത് ചെയ്യണം? ഇന്നൊരു പ്രശ്നം ഉണ്ടായി, നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് പോയി. അടുത്ത ദിവസം വേറൊരു പ്രശ്നമുണ്ട്, അതും ഡിസ്ട്രാക്ട് ചെയ്തൊക്കെ പോയി. അങ്ങനെ ഒരു 100 പ്രശ്നമായി കഴിയുമ്പോൾ അവസാനം എല്ലാം കൂടെ ഒരു ദിവസം ഇരുന്നങ്ങ് പൊട്ടിത്തെറിക്കും അല്ലേ? കുക്കറിനകത്തെ പോലെ പൊട്ടിത്തെറിക്കും. അപ്പം എന്ത് ചെയ്യണം? ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുതയോ ദേഷ്യം ഉണ്ടായി എപ്പോൾ തീർക്കണം? അസമയത്തിന് മുമ്പ് തീർക്കണമെന്നാണ് ബൈബിളിൽ പറയുന്നത്. അത് തന്നെയാണ് സൈക്കാട്രിയിലും പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിഷയം അവിടെ ഇട്ടിട്ട് പോകരുത്, ആ വിഷയം സോൾവ് ചെയ്യണം. ഓക്കെ, നിങ്ങളൊന്ന് തണുത്തിട്ട് ചെന്നിട്ട് ഓക്കെ പറയണം, അതെനിക്ക് ദേഷ്യം, ഇന്ന കാര്യം കൊണ്ട് എനിക്ക് ദേഷ്യം അന്നേരം വന്നത് എന്ന് പറയണം. അപ്പോൾ ആൾക്ക് എന്താ ദേഷ്യം വന്നതെന്ന് ആളും പറയാം. അപ്പോൾ കുറച്ചുകൂടെ തണുത്തിട്ടാവുമ്പം നമ്മുടെ റിയാക്ഷൻ അത്രയും കടുപ്പം കാണില്ല. അത് സോൾവ് ചെയ്തില്ലെങ്കിൽ അത് മനസ്സിൽ കിടക്കും. അപ്പോൾ സോൾവ് ചെയ്യാതെ പോകരുതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പറയണോ? ഓക്കെ, എന്താ ഇവിടെ കാണുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, എന്താ പറയുന്നത്? മിറർ ന്യൂറോൺസ് പറഞ്ഞു. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് സെലിബ്രിറ്റീസ്, നമ്മുടെ ഫിലിം സ്റ്റാർ, ക്രിക്കറ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ സ്കൂളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ആയാൽ എന്താ പ്രശ്നം? അവർ ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കയറൂലേ? നമ്മളിപ്പം ലോകത്തിലേക്ക് നോക്കിയ ഒരു സമയം ഒരു പ്രത്യേക ഡ്രസ്സായിരിക്കും എല്ലായിടത്തും ഹിറ്റ് അല്ലേ? ഒരേ ടൈപ്പ് ഡ്രസ്സായിരിക്കും ആ സമയത്ത് എന്ത് പറയുക, ട്രെൻഡ് അല്ലേ? ഒരേ സ്റ്റൈല്, പെട്ടെന്ന് വേറൊരു ഹെയർ സ്റ്റൈല്, അതായിരിക്കും അപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അതനുസരിച്ചിട്ട് ഡ്രസ്സ്, നമ്മുടെ ഹെയർ കളറ്, ടാറ്റു, എല്ലാ കാര്യങ്ങളും മാറാറില്ല. നിങ്ങൾ തീരെ ചെറിയ കുട്ടിയില്ല, കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് കാണാം. ഇപ്പോഴേ ട്രൈ ചെയ്തു പോയാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പം അങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് അവരോടാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരോട് ഇഷ്ടം വരാൻ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അപ്പോൾ അവർ ഇതൊക്കെ കാര്യങ്ങൾ നമുക്കും ചെയ്യണമെന്ന് തോന്നും അല്ലേ? തോന്നില്ല? തോന്നും.
ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളും നമ്മുടെ ഇടയിലോട്ട് കയറും. പെട്ടെന്ന് വായിച്ചേ റോമർ 12:2. ലോകത്തിലോട് അനുരൂപമാകരുതെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഓക്കെ, പിന്നെ വായിക്കണ്ട. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താ പറയുന്നത്? ലേഖനത്തിൽ എന്താ പറയുന്നത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുതെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സ്നേഹിക്കുമോ? ഇല്ല. ഇനി പെട്ടെന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, മെയിൻ ടോപ്പിക്സ്. ഓക്കെ, എന്തോടെ കാണുന്നേ? ഇത് നിങ്ങൾക്ക് ഇന്നലെ ക്ലാസ് എടുത്താൽ ഞാൻ അറിഞ്ഞു. പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പോവാം. സൈക്കാട്രി ആസ്പെക്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. എന്തോടെ കാണുന്നേ? കണ്ടു പേടിക്കാനല്ല, ചെയ്യാതിരിക്കാൻ വേണ്ടി ഇട്ടത്. എന്തെങ്കിലും ഒബ്സർവ് ചെയ്തോ? നിങ്ങളുടെ ഒബ്സർവേഷൻ. രണ്ടുപേര് അവിടെ നിന്ന് വേണ്ടാത്ത പുക വലിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഒരാളെ അവരുടെ ഗ്രൂപ്പിലേക്ക് വെൽക്കം ചെയ്യും. എങ്ങനെയാ വെൽക്കം ചെയ്യുന്നേ? കയ്യിലിരിക്കുന്ന സിഗരറ്റ് കൊടുത്തിട്ടാണ് വെൽക്കം ചെയ്യുന്നത്. അപ്പം നാലാമത്തെ ആൾക്ക് കൺഫ്യൂഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്. എന്താ ഇവരുടെ കൂടെ കൂടണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് വേണമെങ്കിൽ എന്ത് വേണം? ഇത് ഉപയോഗിച്ചാൽ. അല്ലെങ്കിൽ എന്ത് പറ്റും? എനിക്ക് ഫ്രണ്ട്സും കാണത്തില്ല, ഞാൻ ഒറ്റപ്പെട്ടും തോന്നാറില്ലേ? നിങ്ങൾ തോന്നാറില്ല? അതെന്താ? കൂടുതലുള്ള ആരും യൂസ് ചെയ്യത്തില്ലായിരിക്കും അല്ലേ? അത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? രണ്ടിലെ ഏതോ ഒന്നെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരും ലഹരിയൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതാ? കൊല്ലത്ത് ആരും ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമാണ്. അപ്പം മറ്റേത് ഞാൻ ചിന്തിക്കണോ? എന്തായാലും ആരും ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലേ? നിങ്ങൾ വലിയ കോളേജിലൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരോട് ചോദിച്ചാൽ മതി. +1 +2 ആവും, അതിന് മുമ്പേ ഉണ്ട് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരും. ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് അതുകൊണ്ട് പറയാം, അപ്പം നമുക്ക് കൂട്ടുകെട്ടൊക്കെ കുറച്ച് കുറവായിരിക്കും. നമുക്ക് വേണമെങ്കിൽ കൂട്ടുകെട്ട് കൂടാം, പക്ഷെ നമ്മൾ ഈ ഒരു പാത്തിലൂടെ പോകാൻ നോക്കിയാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്ന ഗേളിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നിങ്ങൾക്കൊക്കെ ബോറടിച്ചോ? പെട്ടെന്ന് നിർത്തണോ ക്ലാസ്? നിർത്തോന്ന് പറയാൻ പെട്ടെന്ന് നിർത്തോ? എന്ത് ചെയ്യും നിങ്ങൾ? എനിക്ക് ഡെഫിനറ്റ്ലി എനിക്കൊരു എത്ര തവണ ഈ സിറ്റുവേഷൻ വന്നത് പറയാൻ പറ്റില്ല. അത്രയധികം തവണ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, പഠിക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇപ്പം കൂടുതൽ കാര്യങ്ങൾ വഷളാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരി ഉപയോഗിക്കാത്ത ആളാണ് ഒറ്റപ്പെടുന്നത്. അത്രയധികം സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആളെ ഒന്നിനും കൊള്ളത്തില്ല, ആൾക്ക് കഴിവില്ല എന്നൊക്കെയാണ് ലേബൽ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ആ ഗ്രൂപ്പിൽ വരത്തില്ലേ? അപ്പോൾ മറ്റേ ഗ്രൂപ്പിലാണോ വരുന്നേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു തവണ അവർ പറയും, ഇങ്ങനെ തന്നെ പറയും, ഒരു തവണ ഉപയോഗിച്ചുകൊണ്ട് ഒന്നും പറ്റാൻ പോകുന്നു. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞുകൊണ്ട്, ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് കുഴപ്പമാണെങ്കിൽ നാളെ മുതൽ ഉപയോഗിക്കാതെ പറയും, തീർച്ചയായിട്ടും പറയും. ഓക്കെ, ഉപയോഗിക്കുന്നത് നമ്മളോട് പറയുന്നതല്ലേ, ഫസ്റ്റ് യൂസ് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഇത് തന്നെയാണ്. എല്ലാവരുടെയും ഫസ്റ്റ് യൂസിൽ വേറൊരാളുടെ പ്രഷർ കാണും. ഓക്കെ, കല്യാണത്തിന് പോകുന്നതായിരിക്കാം, കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നതായിരിക്കാം, കൂട്ടുകാരുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോകുന്നതായിരിക്കും. അവിടെയൊക്കെ ഇതെന്ത് ചെയ്യും? കാണും. അപ്പം എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും പ്രഷർ വരും. എന്ത് ചെയ്യും? വളരെ സിമ്പിൾ. എന്ത് ചെയ്യും? നോ പറയണം. പറയുമോ? നിങ്ങൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാറുണ്ടോ? അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ കൂട്ട് വെട്ടി, എല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിൽ, നമ്മളോടാരും മിണ്ടത്തില്ല, ഭക്ഷണം കഴിക്കുന്നത് ഒറ്റയ്ക്ക്, കളിക്കാൻ കൂട്ടില്ല, ഡൗട്ട് ചോദിക്കാൻ ആളില്ല. നിങ്ങൾ ഇവിടെ ഒന്നും അല്ലേ പഠിക്കുന്നേ? നിങ്ങളെല്ലാം ഓൺലൈൻ ക്ലാസ് ആണോ? ഇങ്ങനൊന്നും അല്ലേ സ്കൂളിൽ? അപ്പം എന്ത് ചെയ്യും? അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യം, നാളെ വരാനുള്ള സാധ്യത 99% ഉണ്ട്. വന്നാൽ എന്ത് ചെയ്യും? നോ പറയണം. ബൈബിൾ എന്താ പറയുന്നേ? പെട്ടെന്ന് വായിച്ചോ. സദൃശവാക്യം 1:10 എന്താ പറയുന്നേ? മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. പാപികളെ വശീകരിക്കാൻ നോക്കും, പോകാൻ പാടില്ല. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചോ. കൊരിന്ത്യർ 15:33 വഞ്ചിക്കപ്പെടരുത്. വായിക്കണ്ട. വഞ്ചിക്കപ്പെടരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള ലോകത്താണ് ജീവിക്കുന്നത്. വഞ്ചിക്കപ്പെടരുത്. ഗലാത്യയിൽ എന്താ പറയുന്നേ? നോ പറയാൻ ബുദ്ധിമുട്ടുള്ളവരോടുള്ള ആൻസറാണ്. നിങ്ങൾ ദൈവത്തെയാണോ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കാൻ നോക്കുക. നിങ്ങൾ നോ പറഞ്ഞാൽ എന്തു പറ്റും? അവർ നിങ്ങളോട് പിണങ്ങും. പക്ഷെ വേറൊരാൾ നമ്മളിൽ പ്രസാദിക്കുക. ആരാ?
ദൈവം നമ്മളിൽ, നിങ്ങൾക്ക് ആരുടെ പ്രസാദം വേണ്ടേ? നിങ്ങളുടെ കൂടെ ഒരു വർഷമോ 10 വർഷമോ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത ഒരു ഫ്രണ്ടാണോ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ജീവിതകാലം മുഴുവൻ അതിനപ്പുറത്തും ഉണ്ടോ നിങ്ങൾക്ക് ഉറപ്പുള്ള ദൈവത്തിൻ്റെ പ്രസാദമാണോ നിങ്ങൾക്ക് വേണ്ടേ? അപ്പം എന്ത് ധൈര്യമായിട്ട് എന്ത് പറഞ്ഞോണം? നോ പറഞ്ഞോണം. ഓക്കെ, പുറപ്പാടോടെ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. 23:2. ബഹുജനപക്ഷം ചേർന്ന് ബഹുജനത്തെ അനുസരിച്ചു ദോഷം ചെയ്ത് ന്യായം മറിച്ചു കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. എപ്പോഴും അപ്പുറത്തായിരിക്കും എണ്ണം കൂടുതൽ. ഓക്കെ, എണ്ണം കൂടുതലുള്ളിടത്ത് സ്ട്രെങ്ത്. എണ്ണം കൂടുതലുള്ളത് എപ്പോഴും ശരിയായിരിക്കണമെന്ന് ഇല്ല. കൂടുതൽ സമയം അവിടെ ആയിരിക്കും തെറ്റ്. അപ്പം ആള് കൂടുതലുള്ളത് കൊണ്ട് സ്വാധീനം കൂടുതലായിരിക്കും, നമ്മുടെ പുറത്തുള്ള പ്രഷർ കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾ നോ പറയണം. പറയുവോ? എന്താ സംഭവിക്കുന്നേ? ഒരു പരീക്ഷണാർത്ഥം ഉപയോഗിച്ചു പിന്നീട് എന്ത് ചെയ്യും? കുപ്പി നമ്മളെ വിഴുങ്ങും. ഓക്കെ, ഇത് കുറച്ച് പഴയ സ്ലൈഡ്, അതുകൊണ്ടാണ് പാൻ മസാല വന്നത്. ഇപ്പം കൂളാണ് സ്കൂളുകളിൽ. കേട്ടിട്ടുണ്ടോ? കേൾക്കണ്ട, നല്ല കാര്യം. ഓക്കെ, നാളെ കേട്ടാലും കേട്ടിട്ടില്ല അല്ലേ? നിങ്ങൾ സത്യസന്ധമല്ലാതെ ഇരിക്കുന്ന പോലൊരു ഫീല്. ഓക്കെ, തുറന്ന് പറയാം. നമ്മളിത് ദിവസം ഇത് തന്നെയാണ് കാണുന്നത്, അവിടെ നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്. എറണാകുളം കൊല്ലം തമ്മിൽ ഭയങ്കര വ്യത്യാസം വരാനുള്ള സാധ്യത ഇല്ല. കേരളത്തിൽ തന്നെയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ പതുക്കെ കൂള്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തല്ലേ ഇന്നലെ ക്ലാസ് പറഞ്ഞതല്ലേ ഡ്രഗ്സ്? ഓക്കെ, പിന്നെ പതുക്കെ അത് മുറിഞ്ഞ കുട്ടികൾ എന്താ പറയുന്നത്, ആദ്യം സ്കൂളിൽ കൊടുക്കും, ഇപ്പം മിഠായി കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയും കിടക്കുന്ന മുറിഞ്ഞ ബാക്കിയുള്ള അച്ഛൻ്റെയോ സഹോദരങ്ങളുടെയോ വലിയ ചേട്ടന്മാരുടെയോ മുറിഞ്ഞ ബാക്കി വന്ന ബീഡി, പിന്നെ കിട്ടുന്ന പോക്കറ്റ് മണി കൊണ്ട് കടയിൽ കൊടുത്ത് കാശ് കൊടുത്ത ബീഡി, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഫംഗ്ഷന് പോകുമ്പോൾ കിട്ടുന്ന ബിയർ, അങ്ങനെ പതുക്കെ തുടങ്ങി പിന്നെ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടിയില്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവെക്കൽ, അല്ലെങ്കിൽ കടം വാങ്ങൽ, അങ്ങനെ പതുക്കെ എല്ലാത്തിലോട്ടും എത്താതിരിക്കട്ടെ. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാമായിരുന്നു. അത് എത്ര വലിയ ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പരീക്ഷണം. അല്ലാണ്ട് ആരെങ്കിലും ആദ്യമേ എല്ലാം കൂടെ എടുത്തങ്ങ് കയറ്റുമോ? എല്ലായിടത്തും ഫസ്റ്റ് എക്സ്പെരിമെൻ്റ്. അവിടെ നിങ്ങൾക്ക് നോ പറയാൻ പറ്റിയ ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തത്തില്ല. അപ്പം നോ പറയുമോ? ഓക്കെ, നെവർ സ്റ്റാർട്ട് എന്നുള്ളതാണ് റൂള്. ഓക്കെ, സേ നോ. ഒരു കാര്യത്തിൽ നോ പറയേണ്ടടുത്ത് നോ പറയാൻ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഒത്തിരി അടുത്ത് നോ പറയേണ്ടി വരും അല്ലേ? അത് നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, മദ്യപാനം വചനപ്രകാരം തെറ്റാന്നുള്ള കാര്യം അറിയാനുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ റെഫറൻസ് എഴുതിയെടുക്കാം. എല്ലാവർക്കും അറിയാം അല്ലേ? ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടാണ്. റഫിക്കാം, ഈ അർത്ഥത്തിലും എടുക്കാം. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ടെംപ്റ്റേഷനൊന്നും ദൈവം, പരീക്ഷണങ്ങളൊന്നും ദൈവം തരത്തില്ല. ഈ ടെംപ്റ്റേഷനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി പറ്റും. ഓക്കെ, ഇത് കേൾക്കാനാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ആണോ? അല്ല, എന്ത് കേൾക്കാനാണ് ഇരിക്കുന്നത്? ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ഏതാ? ചില സമയമുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് കുറച്ച് കൂടുതലും ബാക്കി കുറച്ചും പറയാം. ഏത് ടോപ്പിക്ക് കേൾക്കാനാണ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്നേ? ഡ്രഗ് കേൾക്കാനാണോ ഇരുന്നേ? അല്ല, ഏത് കേൾക്കാനാണ് ഇൻട്രസ്റ്റ് കൂടുതൽ? പ്രത്യേകിച്ച് ഒന്നുമില്ല, പെട്ടെന്ന് നിർത്തിയാൽ മതി, അങ്ങനെയാണോ? അതുമല്ല, എന്തൊക്കെ ടോപ്പിക്ക് എടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല അല്ലേ? അതാ പ്രശ്നം. ഓക്കെ, ശരി. പഠിത്തത്തിൽ ചലഞ്ചസ് ഉണ്ടോ? ഒരു ചലഞ്ചും ഇല്ല. ഒരു ചലഞ്ചും ഇല്ലെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും ഫുൾ മാർക്ക് വാങ്ങണം. ഏത് എക്സാം എഴുതിയാലും ഫുൾ മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ചലഞ്ചും ഇല്ല. എല്ലാ പരീക്ഷയ്ക്കും ഫുൾ മാർക്ക് കിട്ടുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഏത് ഇൻ്റർവ്യൂ എഴുതിയാലും പാസ്സാവുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഏത് പരീക്ഷ എഴുതിയാലും ഫസ്റ്റ് റാങ്ക്, ഫുൾ മാർക്ക് വേണ്ട, ഏത് പരീക്ഷ എഴുതിയാലും ഫസ്റ്റ് റാങ്ക്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നല്ല കാര്യം. അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, നല്ല കാര്യം. ഓക്കെ, അവർക്കും എന്തുണ്ട്? ചുമ്മാ കിട്ടുന്നതാണോ? ചുമ്മാ അങ്ങോട്ട് എന്ന് എഴുതിയിട്ട് കിട്ടുന്നതാണോ ഇത്? അങ്ങനെ കിട്ടുന്നതല്ല. അപ്പം എല്ലാവർക്കും എന്തുണ്ട്? ചലഞ്ച്. ഫുൾ മാർക്ക് വാങ്ങുന്ന ആൾക്കും ചലഞ്ച് ഉണ്ട്, പാസ്സാകാൻ പഠിക്കുന്ന ആൾക്കും ചലഞ്ച് ഉണ്ട് അല്ലേ? നിങ്ങളുടെ ചലഞ്ച് എന്താ? നിങ്ങളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അതനുസരിച്ച് സൊല്യൂഷൻ പറയാം. നിങ്ങളുടെ പ്രശ്നം എന്താ? പഠിക്കണം. വളരെ കറക്റ്റാണ്. അതാണ് പ്രശ്നം, പഠിക്കാൻ പറ്റുന്നില്ല. പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതാണോ? അത് പഠിക്കാൻ ഇരുന്നിട്ട് അങ്ങോട്ട് ഇരിപ്പുറയ്ക്കാത്തതാണോ? എന്താ പ്രശ്നം? എന്താടാ? പറഞ്ഞോ. ഒന്നുമില്ല. എന്താ പ്രശ്നം? പഠിക്കാതിരിക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കും പഠിത്തത്തിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ആർക്കും പ്രശ്നമില്ല?
നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ. എന്താ പഠിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ? മറന്നു പോകുന്നു, സമയത്ത് തീർക്കാൻ പറ്റുന്നില്ല, പഠിച്ച കാര്യങ്ങൾ എക്സാം ഹോളിൽ എത്തുമ്പോഴത്തേക്കും മറക്കുന്നു, തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം ഓർമ്മ കിട്ടുന്നു അല്ലേ? ടൈം അങ്ങോട്ട് അറിയാവുന്നതായിരുന്നു, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ തകർത്തേനെ. പഠിച്ചല്ല, എഴുതി തകർത്തേനെ. സമയം 2 മണിക്കൂർ ആയതുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങോട്ട് അറിയാവുന്ന എല്ലാം അങ്ങോട്ട് എഴുതി വെക്കാൻ പറ്റിയില്ല. പിന്നെന്താ പ്രശ്നം വരുന്നേ? പിന്നെന്താ പ്രശ്നം? രാവിലെ പോകുമ്പോൾ തലവേദന, വയറുവേദന, വയറിളക്കം, അവിടെ ചെല്ലുമ്പോൾ കൈ വിറയല്, വേർക്കല്, പേപ്പർ മുഴുവൻ നനയല്. വന്നൂടെ? എല്ലാം എഴുതി. ആൻസർ പേപ്പർ കിട്ടുമ്പോഴറിയുന്നേ 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ നമ്പർ 10 എഴുതി. 10ന്റെ മാർക്കും പോയി, 13ന്റെ മാർക്കും. അശ്രദ്ധ. പിന്നെ വേറെന്ത് പ്രശ്നം വരാം? വേറെന്ത് പ്രശ്നം വരാം? നിങ്ങൾക്ക് ഇതൊന്നും വന്നിട്ടില്ലേ? നിങ്ങൾ ഭയങ്കര നല്ല പിള്ളേരാണല്ലോ. ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫസ്റ്റ് കാറ്റഗറി ആണ്. നിങ്ങൾ ഈ താഴെ കിടക്കുന്ന ആളാന്ന് എനിക്ക് തോന്നുന്നത്. ടെൻഷനേ ഇല്ല. ആണോ? അങ്ങനെയാണോ? പരീക്ഷ വരുമ്പോൾ ടെൻഷനേ ഇല്ല, സുഖ ഉറക്കം, സുഖ ഭക്ഷണം, പിന്നെ പോകേണ്ടത് കൊണ്ട് പോയി, ഓൾ പാസ് ആണ്, എഴുതിയാലും എഴുതിയില്ലേലും പാസ്. ആ കാറ്റഗറി ആണോ? അങ്ങനെ ഇപ്പോൾ ആണെങ്കിലും പിന്നെ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കും എല്ലാം തകിടം മാറി. ഇപ്പോഴേ കാര്യങ്ങൾ അറിഞ്ഞു പോവാമെങ്കിൽ നല്ല കാര്യം. ടെൻഷൻ നല്ലതാണോ മോശം കാര്യമാണോ? ടെൻഷൻ നല്ല കാര്യമാണോ? സ്ട്രെസ് നല്ല കാര്യമാണോ മോശം കാര്യമാണോ? ചില അമ്മമാര് പരാതി പറഞ്ഞു കേട്ടില്ലേ, അവന് പരീക്ഷയാന്ന്, അവൻ എപ്പോഴും അവൻ വേണ്ട, അവക്ക് പരീക്ഷയാന്ന്, ഒരു ബോധവും ഇല്ല, ചുമ്മാ കളിച്ച് പറയാറില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ മാർക്ക് ഇപ്പൊ ചോദിച്ചു തുടങ്ങും കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണ് റെസ്പോൺസ് എങ്കിൽ നിങ്ങളെ പറ്റി പറയാറില്ല. പരീക്ഷ ഒന്നും ഒരു ചൂടും ഇല്ല, നിങ്ങളെ ആരെ പറ്റി പറയാറില്ലേ? ടീച്ചേഴ്സ് പറയാറില്ലേ? ചൂട് കുറഞ്ഞാലും എന്താണ് പ്രശ്നം, ചൂട് കൂടിയാലും പ്രശ്നം. എവിടെയാണ് ഏറ്റവും ബെസ്റ്റ്? നിങ്ങളുടെ ഇത് കണ്ടിട്ട് വല്ലതും മനസ്സിലായോ? ഈ പോയിന്റർ അവിടോട്ട് വരുന്നില്ല, അതാണ് പ്രശ്നം. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല അല്ലേ? ഗ്രാഫ് മനസ്സിലാവോ? ഗ്രാഫ് കണ്ടാ മനസ്സിലാവില്ലേ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അത് നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവില്ലേ? മനസ്സിലാവോ? താഴെ എന്താ കൊടുത്തേക്കുന്നേ? സ്ട്രെസ്. സ്ട്രെസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സമ്മർദ്ദം, ടെൻഷൻ. നിങ്ങൾ എക്സാം പേടി എടുത്തോ, നിങ്ങൾക്ക് ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ടെൻഷൻ കൂടി വരുന്നു. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ടെൻഷൻ കൂടുതൽ. ഈ വൈ ആക്സിസിൽ എന്താ? നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാന്ന് വിചാരിച്ചോ. ഓക്കെ, താഴേന്ന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും മാർക്ക് കൂടുതലാണ്. ആർക്കാ ഏറ്റവും കൂടുതൽ മാർക്ക്? ടെൻഷൻ കുറവുള്ള ആൾക്കാണോ കൂടുതലുള്ള ആൾക്കാണോ? നടുക്ക് നിൽക്കുന്ന ആൾക്കാ അല്ലേ? ഒപ്റ്റിമൽ. നമ്മൾ യു സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഈ യു സ്ട്രെസ്സിൻ്റെ മുകളിൽ യു സ്ട്രെസ്. ആ യു സ്ട്രെസ് ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആവുന്നത്. അതായത് സ്ട്രെസ് ആവശ്യം ആണ്. നമ്മുടെ ബോഡിയിൽ നമുക്കൊരു പാമ്പിനെ കണ്ട എന്ത് ചെയ്യും? ഹായ് പാമ്പേ എന്ന് പറയുമോ? ഇല്ല. എന്ത് ചെയ്യും? ഓടും അല്ലേ? എന്തുകൊണ്ട് ഓടുന്നേ? അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഓടാൻ നമ്മുടെ ബ്രെയിൻ നിങ്ങൾ ഇതിനു മുമ്പ് പാമ്പിനെ ചവിട്ടി പാമ്പിന്റെ കടി കൊണ്ടതുകൊണ്ടാണോ നിങ്ങൾ ഓടിയത്? നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ബോഡിയിലെ ഏത് സിസ്റ്റമാ? സ്കൂളിൽ പഠിക്കുമല്ലോ, സിമ്പതറ്റിക്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഏത് ഹോർമോണാ? അഡ്രിനാലിൻ്റെ ഒരു റഷ് വരുന്ന കാരണം ഒരു മുമ്പിൽ ഒരു അപകടം കണ്ട അതിനെ ഓവർകം നമ്മളെ എന്താ ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഫൈറ്റ് ഉണ്ട്, എന്താ അസസ് ചെയ്യാൻ പറ്റണം. ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഫൈറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് ജീവനം കൊണ്ട് ഓടണം. അപ്പോൾ അത് അസസ് ചെയ്യാൻ അപ്പം അത് നമ്മുടെ ബ്രെയിന് കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ ഹോർമോണും കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു എക്സാം ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ബ്രെയിൻ നമ്മളെ അതിനു വേണ്ടി പ്രിപ്പയറിങ് സിഗ്നലും തന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ പഠിക്കണം. അത് ഒത്തിരി കൂടുതലായാലാണ് പെർഫോം ചെയ്യാൻ പറ്റാത്തത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താ? ഈ ഒപ്റ്റിമൽ ലെവലിൽ നമുക്ക് സ്ട്രെസ് വേണം, എന്നാൽ അതിലൊട്ട് കൂടാനും പാടില്ല. നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നേ? എന്തൊക്കെ കാര്യങ്ങളാ പ്രശ്നം വരാറ്? ഓക്കെ, നോഹ എപ്പോഴാ പെട്ടകം പണിതത്?
ഒരു ദിവസം കൊണ്ടാണോ പണിതത്? പ്രളയം വരുന്നു എന്ന് അറിഞ്ഞു, പരീക്ഷ വരുന്നു എന്ന് അറിഞ്ഞു അല്ലേ? ആഹാ, പരീക്ഷ വരുന്നു, പ്രളയം വരുന്നു, നാളെ പ്രളയം വരും. ഇന്നാണോ പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങിയേ? തീരുവോ? എപ്പോഴേ തുടങ്ങി? പ്രളയം വരുന്ന ദൈവം പറഞ്ഞപ്പോഴേ മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങി. പ്രളയത്തിന് മുമ്പ് എല്ലാം സെറ്റായിട്ട് ഇരുന്നു. പരീക്ഷ വരുന്ന തലേന്നാണോ പറയുന്നത്? സർപ്രൈസ് എക്സാമുകൾ വരാം. കൂടുതൽ പരീക്ഷകൾ എങ്ങനെയാ? നേരത്തെ പറയേണ്ടവര് പറയും. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യമേ പ്രിപ്പറേഷൻ, ബാക്കിൽ കാണില്ല സ്ക്രീൻ അല്ലേ, ആദ്യമേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുവോ? ചെയ്യത്തില്ല. സ്കൂളിൽ പഠിക്കുന്നവർക്ക് അറിയാം എത്ര എക്സാം ഉണ്ട് ഒരു വർഷം, ഫൈനൽ ഒരു എക്സാം, ഇടയ്ക്ക് എക്സാം വരുന്ന അറിയാം അല്ലേ? കയറുമ്പോഴേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കോളേജിൽ പഠിക്കുന്നവർക്ക് അറിയാം ഇയർലി എക്സാം ആണോ സെമസ്റ്റർ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാം. ഒട്ടും അറിവില്ലാതാണോ കയറുന്നത്? അത് അങ്ങനെ കയറി കഴിഞ്ഞാൽ തന്നെ ആദ്യമേ അന്വേഷിക്കണം അല്ലേ? ഇപ്പം ഞാൻ PG ചെയ്യുമ്പോൾ എനിക്ക് ഇയർലി എക്സാം ഇല്ല, എല്ലാം 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് അവസാനം ഒരു കലാശക്കൊട്ട് മാത്രമുണ്ട്, നമുക്കത് അറിയാം. ഓക്കെ, അപ്പോൾ ഓരോയിടത്തും പല രീതിയിലാണ് എക്സാംസ് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് എക്സാമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയണം. വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിയും? ഇപ്പം 10ലുള്ള എത്ര പേരുണ്ട്? 10ാം ക്ലാസ് വരെ എത്ര പേരുണ്ട് എഴുതാൻ പോകുന്നവർ, അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ എഴുതാൻ പോകുന്നവർ? +2 എൻട്രൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? മെഡിക്കലോ എഞ്ചിനീയറിംഗ് ഉണ്ട് അല്ലേ? വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും മെയിൻ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എന്താ ഫസ്റ്റ് ചെയ്യണ്ടേ? എക്സാം ഉണ്ടെന്ന് അറിഞ്ഞല്ലേ? അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം. അടുത്ത 6ാം മാസം നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അടുത്ത് എന്ത് ചെയ്യും നിങ്ങൾ? 6 മാസം കഴിഞ്ഞ് എക്സാം ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നിങ്ങൾ ചെയ്യാറ്? എന്താ ചെയ്യാറ്? സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. എങ്ങനെ പ്ലാൻ ഉണ്ടാക്കണം? വെരി ഗുഡ്. ആദ്യം എക്സാമിനെ പറ്റി നിങ്ങളൊന്ന് അറിയണം. എന്തറിയണം? എത്ര മാർക്കിൻ്റെ പരീക്ഷയാ, എത്ര ടൈമുണ്ട്, essay ആണോ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണോ, MCQ ആണോ? നിങ്ങൾ നീറ്റിന് പഠിക്കുന്നവരിരുന്ന് essay എഴുതത്തക്ക രീതിയിൽ എല്ലാ ദിവസവും 10 മാർക്കിൻ്റെ essay വെച്ച് പഠിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ആദ്യം എഴുതാൻ പോകുന്ന എക്സാമിനെ പറ്റി അറിയണ്ടേ? MCQ ഓക്കെ, MCQ ആണെന്ന് നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ അത്രയും അറിഞ്ഞു. ഓക്കെ, എന്നിട്ട് അവിടെ പോയി നിന്ന് അറിയാവുന്ന അറിയാത്തതും എല്ലാം എഴുതി വെച്ചിട്ട് വന്നു. ഓക്കെ, അറിയാവുന്നതിന് മാർക്ക് കിട്ടും, അറിയാത്തത് കിട്ടിയാൽ കിട്ടി. എന്ത് പറ്റും? കിട്ടേണ്ട റാങ്ക് പോലും കിട്ടത്തില്ല. എന്താ കാര്യം? നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പം നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് അറിയാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ശരിയാവോ? നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത എക്സാം ഉണ്ട്, PSC എക്സാമിനില്ല. ചില PSC എക്സാമിനില്ല. നിങ്ങൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻ എഴുതാതെ വന്നാലും പ്രശ്നമായിട്ട് വരും. അപ്പം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം, ഓരോ എക്സാമും ഡിഫറെൻ്റ് അല്ലേ? എത്ര മാർക്ക്, എത്ര ടൈം? നമ്മൾ സാധാരണ 50 മാർക്ക് ക്വസ്റ്റ്യൻ 2 അവേഴ്സിലല്ല. നിങ്ങൾക്ക് എത്ര ടൈമിലാ? 2 അവേഴ്സിൽ 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണോ ഇപ്പോഴും? അങ്ങനെയാണോ? 60-80 വരും അല്ലേ? അങ്ങനെയാണ് യൂഷ്വലി വരുന്നത്. അപ്പം എല്ലാ പരീക്ഷ അങ്ങനെയാണോ? ഞങ്ങൾക്ക് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2.5 മണിക്കൂറിനായിരുന്നു. 50 മാർക്കിൻ്റെ പരീക്ഷയും 2 മണി, സ്കൂളിലെ കാര്യമല്ല കോളേജിലെ കാര്യം പറഞ്ഞത്. അപ്പം 50 മാർക്കിൻ്റെ പരീക്ഷ നമുക്ക് 2 മണിക്കൂറിൽ എഴുതാം. 100 മാർക്കിൻ്റെ പരീക്ഷയും 2.5 മണിക്കൂറിൽ നമ്മൾ അറിയണം. നമുക്ക് അറിയത്തില്ല, 2.5 മണിക്കൂറേ പരീക്ഷയുള്ളൂ. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരറ്റത്തുനിന്ന് എഴുതിക്കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പം ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എക്സാം ഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം പാറ്റേൺ, എത്ര ടൈമുണ്ട്, പറ്റുവാണെങ്കിൽ ഞങ്ങൾ PG ചെയ്തൊരു കാര്യം, നമുക്ക് ആ സമയത്ത് സൈക്കാട്രിയും ടിപ്പും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ഞങ്ങൾ ചെയ്ത കാര്യം, ഓരോ ക്വസ്റ്റ്യനും എത്ര ടൈം കൊടുക്കാമെന്ന് നേരത്തെ ഡിസൈഡ് ചെയ്ത് വാശിൽ അതനുസരിച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അതായത് ഒരു essayക്ക് ഇത്ര മിനിറ്റ്, ബാക്കി ക്വസ്റ്റ്യന് ഇത്ര മിനിറ്റ്, അതിൻ്റെ അപ്പുറം നമ്മൾ എഴുതത്ത് ഇല്ല. അതനുസരിച്ച് എഴുതാൻ നിങ്ങൾക്ക് പറ്റിയാൽ അത്ര. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കെന്നുകൂടെ നിങ്ങൾ വീട്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണോ അറിയാത്ത ക്വസ്റ്റ്യൻ ആണോ ആദ്യം എഴുതുക? അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. പിന്നെ നിങ്ങൾ ആരോടെങ്കിലും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സീനിയേഴ്സിനോട് ആരോടെങ്കിലും ചോദിക്കുമോ? വീട്ടിൽ നിന്ന് അറിയില്ലേ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളോടൊന്ന് പോയി എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും പഠിക്കുന്ന പോലെ അങ്ങ് പഠിച്ചാൽ എനിക്ക് കുറച്ച് ബുദ്ധി കൂടുതലായതുകൊണ്ട് മാർക്ക് കൂടുതൽ കിട്ടിയാന്ന് ചിലപ്പോൾ പറയും. നിങ്ങൾ ആരോടാ ചോദിക്കണ്ടേ? ആരോട് ചോദിക്കണം?
കുറച്ചൊരു ആവറേജ് മാർക്ക് കിട്ടിയ ആളുകളോട് ചോദിക്കണം, എന്താ പരീക്ഷ, എങ്ങനെയാ പരീക്ഷ, എന്താ സംഭവിച്ചത്, എന്ത് കിട്ടും നമുക്ക്. അവർക്ക് ആവറേജ് മാർക്ക് കിട്ടാനുള്ള കാരണം എന്താ? ചിലപ്പം അവരുടെ ഭാഗത്തും ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റിയോണ്ടായിരിക്കാം, ടൈം മാനേജ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇന്ന കാര്യം കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് ആവറേജ് മാർക്ക് കിട്ടി. അതേ മിസ്റ്റേക്ക് നമുക്കും പറ്റിക്കൂടെ? നമ്മൾ മിസ്റ്റേക്ക് പറ്റാത്തവരാണോ? നമുക്കും അതെ, അവർക്ക് പറ്റാമെങ്കിൽ നാളെ നമുക്കും അതേ മിസ്റ്റേക്ക് പറ്റാം. അപ്പം ആവറേജ് മാർക്ക് കിട്ടി ഒരു 3-4 പേർ അടുത്ത് എന്നിട്ട് എങ്ങനെയാണ് പഠിക്കണ്ടേ, എന്തൊക്കെയാണ് പഠിക്കണ്ടേ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ഇത്രയും കാര്യം അറിഞ്ഞു വെച്ചിട്ടേ നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കാവൂ. എങ്ങനെ പഠിക്കും? ഓക്കെ, എല്ലാം അറിഞ്ഞു, എത്ര മാർക്ക്, എത്ര ടൈം, എന്തൊക്കെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. എങ്ങനെ പഠിക്കും? കുറച്ചൊരു രാവിലെ പഠിക്കും, കുറച്ചൊരു രാത്രി പഠിക്കും. രാത്രി പഠിക്കാൻ വീട്ടിൽ നിർബന്ധം. എങ്ങനെ പഠിക്കുക? ചിലർക്ക് രാത്രി പഠിക്കുമ്പോഴായിരിക്കും ഓർമ്മ, ചിലർക്ക് രാവിലെ പഠിക്കുമ്പോഴായിരിക്കും ഓർമ്മ. രാത്രി പഠിച്ചാലേ മാർക്ക് കൂടുതൽ കിട്ടുമെന്നില്ല, രാവിലെ എഴുന്നേറ്റ് പഠിച്ചാലേ മാർക്ക് കൂടുതൽ കിട്ടുമെന്നില്ല. ബ്രെയിനിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. എത്ര സമയം ഇരിക്കുന്നു എന്നല്ല, ഇരിക്കുന്ന സമയത്തെ കാര്യങ്ങൾ എത്ര ഓർമ്മയിൽ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ രാവിലെ പഠിക്കുന്നവരാണോ രാത്രി പഠിക്കുന്നവരാണോ നിങ്ങൾ ആദ്യം. എത്ര പേർക്കറിയാം എനിക്ക് രാത്രി പഠിക്കുന്ന കൂടുതൽ ഓർമ്മ? അവനറിയാം. നിങ്ങൾ ബാക്കി എല്ലാവർക്കും അറിയാമോ? എല്ലാവർക്കും അറിയില്ലെങ്കിൽ ഇപ്പം തന്നെ അതിൻ്റെ ഒരു തീരുമാനമാക്കി അത് എത്ര വലിയ ക്ലാസ്സിൽ പോയാലും അത് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, പിന്നെ പറഞ്ഞു പഠിക്കുക, എഴുതി പഠിക്കുക, പഠിപ്പിച്ച് പഠിപ്പിക്കുക. എങ്ങനെ പഠിക്കുക? വായിച്ചു പഠിക്കുന്നവരുണ്ട്, എഴുതി പഠിക്കുന്നവരുണ്ട്, മനസ്സിൽ പഠിക്കുന്നവരുണ്ട്, ഗ്രൂപ്പായിട്ട് പഠിക്കുന്നവരുണ്ട്, വേറെ ആളെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്താണോ കംഫർട്ട് അതനുസരിച്ച് പഠിക്കുക. ഓക്കെ, അതിനൊന്നും പ്രശ്നമില്ല. എത്ര നേരം പഠിക്കും? ചിലർ 10 മണിക്കൂർ പഠിക്കും, ചിലർ 12 മണിക്കൂർ പഠിക്കും. കുറത്തും തല ഇറങ്ങും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം അപ്പം പറയാം. 12 മണിക്കൂറിന് പഠിക്കും, ചിലർ 2 മണിക്കൂർ പഠിക്കും, ചിലർ 1 മണിക്കൂർ പഠിക്കും. എത്ര സമയം പഠിക്കണം? അങ്ങനെ ഒരു നിയമവും ഇല്ല. നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പോർഷൻ, നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കിയ പോർഷൻ തീരാൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കുന്നു അത്രയും സമയം നിങ്ങൾ പഠിക്കണം. പക്ഷേ എന്ത് എടുക്കണം? എല്ലാം പഠിച്ചു തീർത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പോയാൽ നമ്മുടെ ബ്രെയിൻ ഫറ്റീഗ് ആവും. അതായത് ബ്രെയിൻ 20 മിനിറ്റ്, ബേസിക്കലി 20 മിനിറ്റ് കൂടുതൽ ശ്രദ്ധ കിട്ടത്തില്ല. പക്ഷേ 20 മിനിറ്റ് പഠിക്കാനുള്ളതായിരിക്കണം. സ്കൂൾ ടൈമിലൊക്കെ അങ്ങനെ. പക്ഷേ 20 മിനിറ്റ് പഠിക്കാനുള്ളത് പിന്നെ ബ്രേക്ക് എടുത്ത് അത്രയും അതിൽ കൂടുതൽ പഠിക്കാനില്ലേ കോളേജിൽ? അപ്പോൾ 20 മിനിറ്റ് കൂടുമ്പോൾ ബ്രേക്ക് എടുക്കുന്ന പോസിബിൾ. എല്ലാവരും 1.5 hours കഴിയുമ്പോൾ അടുത്ത 1 hour ബ്രേക്ക് എടുക്കുമോ? എത്ര സമയം ബ്രേക്ക് എടുത്താൽ മതി? 5-10 minutes. എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, TV-യിലെ പ്രോഗ്രാം. എന്താ പ്രശ്നം? തിരിച്ചു വന്നിരിക്കുമ്പോൾ അയ്യോ അതിൻ്റെ ബാക്കി എന്തായി എന്നുള്ളതാണ് മനസ്സിൽ. ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റുമോ? അപ്പം ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും റിലാക്സ്. ഏറ്റവും സിമ്പിളായിട്ട് കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക, അല്ലെങ്കിൽ ദൂരം നോക്കുക, പുറത്തിറങ്ങുക, കുറച്ച് കാറ്റ് കൊള്ളുക, അല്ലെങ്കിൽ വീട്ടിൽ ആരോടെങ്കിലും സംസാരിക്കുക. മുമ്പേ പറഞ്ഞ പോലെ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഒരു പാട്ട് വല്ലതും കേൾക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആ സമയത്ത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കിയല്ലേ? എക്സാമിന് കുറച്ച് ദിവസം ടൈം ടേബിൾ ഉണ്ടാക്കണം. ടൈം ടേബിൾ ഉണ്ടാക്കിയാണോ പഠിക്കുന്നത്? എക്സാമിന് 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മുന്നത്തെ പോർഷൻ തീരത്തക്ക രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ 1 പറഞ്ഞ് പഠിച്ചു തുടങ്ങി, എക്സാമിന് ഒരാഴ്ച മുമ്പായപ്പോൾ പോർഷൻസ് തീർന്നു. എന്ത് സംഭവിക്കാം? അടുത്ത ഒരാഴ്ച തുറക്കുമ്പോൾ എല്ലാം ആദ്യമായിട്ട് കാണുന്ന പോലെ നമ്മൾ റിവിഷൻ ചെയ്യാൻ എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ ആദ്യമേ എല്ലാം ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് തീർത്തിട്ട് ഒരാഴ്ചയുണ്ട് റിവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു. പക്ഷെ എല്ലാം ആദ്യമായിട്ട് തലേന്ന് പഠിച്ചത് ഓർമ്മയുണ്ട്, ബാക്കി ആദ്യം 1 മാസം മുമ്പ് പഠിച്ചു തൊട്ടിട്ടൊന്നും ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് ചിലർ എന്ത് ചെയ്യും? പരീക്ഷയുടെ തലേന്ന് മാത്രമേ, ചിലരുടെ വെച്ചപ്പോൾ എനിക്ക് പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, അതുകൊണ്ട് ഞാൻ പരീക്ഷയുടെ തലേന്ന് മാത്രമേ. എത്ര നാൾ അങ്ങനെ പഠിക്കാൻ പറ്റും? എന്താ പ്രശ്നം? ഷോർട്ട് ടൈം മെമ്മറി മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്താ പ്രശ്നം? റിവിഷനാണ് ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയേക്കാളും എപ്പോൾ റിവൈസ് ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. എപ്പോഴാണ് റിവൈസ് ചെയ്യണ്ടേ? ഇന്ന് പഠിച്ച കാര്യം, ഇന്ന് ഞാനൊരു കാര്യം പഠിച്ചു, അത് എപ്പോൾ റിവൈസ് ചെയ്താൽ എനിക്ക് 100% ഓർമ്മയിൽ നിൽക്കും. ഇത് വേണമെങ്കിൽ എഴുതിയിട്ടോ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എപ്പം? എന്തെങ്കിലും ഐഡിയ അല്ലേ? നിങ്ങളുടെ ഒരു അനുഭവത്തിൽ, നിങ്ങളെല്ലാം 100 മാർക്ക് വാങ്ങുന്ന പിള്ളേരല്ലേ, നിങ്ങളുടെ ഒരു അനുഭവത്തിൽ എപ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്? പഠിച്ചു കഴിഞ്ഞാൽ
ലാസ്റ്റ് എപ്പോഴാണ് പഠിച്ചു തീരുന്ന? ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ, ഒരു ദിവസം കഴിഞ്ഞിട്ടാണോ, ഒരു മാസം കഴിഞ്ഞിട്ടാണോ? 2-3 ദിവസം എടുത്ത് പഠിക്കും, അത് കഴിഞ്ഞ് നീ റിവൈസ് ചെയ്യും അല്ലേ? ഓക്കെ. ആർക്കെങ്കിലും കണക്കറിയാമോ? അത് എഴുതിയെടുത്ത് നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാം? 1 hour, 1 day, 24 hour, 1 week, 1 month, 4 ടൈം പീരീഡ് ആണ്. ഓക്കെ. ഈ 4 തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയ 100% നിങ്ങൾക്ക് റിട്ടൻഷനാണ്. സയൻസ് ആണ്. ഓക്കെ. 100% ആദ്യത്തെ 1 hourലും 1 ഡേയിലും ഷോർട്ട് ടൈം മെമ്മറി. അതാണ് മിക്ക സമയത്തും പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ 2ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം നിങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അത് റിവിഷൻ നിങ്ങൾ അറിയാതെ സംഭവിച്ചു പോയ ചില റിവിഷൻസ് കാരണമാണ്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞു, 1 മന്ത് കഴിഞ്ഞൂടെ നിങ്ങളെ ഇനി ഏത് ഉറക്കത്തിൽ എത്ര വർഷം കഴിഞ്ഞ് ചോദിച്ചാലും നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മളുടെ ബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം ബ്രെയിനിന് അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പം നിങ്ങളിപ്പം 10ൽ പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം ഇപ്പം ആവശ്യമില്ലാന്ന് ബ്രെയിന് തോന്നിക്കഴിഞ്ഞാൽ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. ഞാൻ 1ാം ക്ലാസ്സിൽ ഈ പറഞ്ഞ ഇതനുസരിച്ച് പഠിച്ചു, എനിക്ക് 10ാം ക്ലാസ്സിൽ ഓർമ്മയില്ലാന്ന് നാളെ നിങ്ങൾ എന്നെ കാണുമ്പോൾ പറയരുത്. ഓക്കെ. ബേസിക്കലി ഈ അതനുസരിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് 100% റിട്ടൻഷൻ ഉണ്ട്. അപ്പോൾ ഈ രീതി പഠിക്കുമോ? ഇന്ന് പഠിച്ചത് ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് റിവൈസ് ചെയ്യാൻ പറ്റുക. ഇന്നലെ പഠിച്ചത് റിവൈസ് ചെയ്യുക. ഒരാഴ്ച മുമ്പ് പഠിച്ചത് റിവൈസ് ചെയ്യുക. 1 മാസം മുമ്പ് പഠിച്ചത്. അപ്പോൾ ഒരു ദിവസം എന്തൊക്കെ കാര്യം പഠിക്കാം? അന്ന് പുതിയതായിട്ടൊരു കാര്യം പഠിക്കാനുണ്ട് അല്ലേ? 1 മണിക്കൂർ മുമ്പ് പഠിച്ച കാര്യം റിവൈസ് ചെയ്യാനുണ്ട്. ഇന്നലെ പഠിച്ച കാര്യം റിവൈസ് ചെയ്യാണ്ട്, ഒരാഴ്ച മുമ്പ് പഠിച്ച കാര്യം റിവൈസ് ചെയ്യാണ്ട്, 1 മാസം. അത്രയും സമയം എടുക്കുമോ? ഇന്ന് പഠിക്കാനിരിക്കുന്നതും ഇന്നലത്തെ കാര്യം റിവൈസ് ചെയ്ത് അത്രയും സമയം എടുക്കുമോ? പക്ഷേ ഒരു ദിവസം നിങ്ങൾ ഇരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അന്നത്തേത്, 1 മണിക്കൂർ മുമ്പത്തെ, തലേ ദിവസത്തെ, ഒരാഴ്ചത്തെ, 1 മാസം മുമ്പ് പഠിച്ചത്, അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ ടൈം ടേബിള്, അതനുസരിച്ച് ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓർമ്മ. അപ്പോൾ ഇത് ഫോളോ ചെയ്യുമോ? ഇതനുസരിച്ച് പഠിക്കുമോ? ഇനി പഠിക്കുമോ എന്നാ സംശയം അല്ലേ? ഇതനുസരിച്ച് എപ്പോഴെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ ഇതനുസരിച്ച് പഠിക്കുമോ? അതും ഇല്ലേ? ഓ, ക്ലാസ് നിർത്താൻ തോന്നുന്നു. ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നിർത്തട്ടെ പെട്ടെന്ന്. വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്. അല്ല, എന്നെ പ്രസാദിപ്പിക്കാൻ പറയണ്ട. നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയത് വേണ്ട. പെട്ടെന്ന് കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. ശരി. ഫിയർ ഓഫ് ദ അൺനോൺ. ഫിയർ ഓഫ് ദ അൺനോൺ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. പരീക്ഷ എങ്ങനെയാണ്, എന്താണ്, എത്ര മാർക്കാണ്, അത്തരം കാര്യങ്ങൾ. ഓക്കെ. വർക്ക് പ്ലാൻ ഉണ്ടാക്കി, റെഗുലർ ബ്രേക്സിൻ്റെ കാര്യം പറഞ്ഞു. ഉറങ്ങണോ? എന്തിനാ ഉറങ്ങുന്നേ? ഷോർട്ട് ടൈം മെമ്മറിയെ ലോങ് ടൈം മെമ്മറി ആക്കി. അതായത് 24 മണിക്കൂറിൽ കൂടുതൽ ഒരു കാര്യം ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അത് ലോങ് ടൈം മെമ്മറി ആക്കണമെന്ന് പറഞ്ഞു. റിവൈസ് ചെയ്യണം. ഈ റിവൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ലോങ് ടൈം മെമ്മറി ആക്കി മാറ്റുന്നത് എപ്പോഴാ? ഉറക്കത്തിലാണ്. നിങ്ങൾ എത്ര ഉറങ്ങാതിരുന്ന് പഠിച്ചാലും ഇത് ലോങ് ടൈം മെമ്മറി ആണെങ്കിൽ ഉറക്കത്തിലേ അത് ഈ പ്രക്രിയ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് എത്ര പഠിച്ചാലും ഉറങ്ങിയില്ലെങ്കിൽ അത് ഷോർട്ട് ടൈം മെമ്മറി ആയിട്ട് മാത്രം നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോവും. അതുകൊണ്ട് ഉറക്കം എന്ന് വെച്ചാൽ 12 മണിക്കൂർ ഉറക്കമല്ല. എത്ര മണിക്കൂറാ? 6 to 8 hours കണ്ടിന്യൂസ് സ്ലീപ്പാ കേട്ടോ. നിങ്ങൾ പഠിക്കാനുള്ളൊരു ആവേശത്തിൽ 2 മണിക്കൂർ ഉറങ്ങി, പിന്നെ ഇരുന്ന് പഠിച്ചു, പിന്നെ ഇരുന്ന് 2 മണിക്കൂർ ഉറങ്ങി, അതിൽ കാര്യമില്ല. കണ്ടിന്യൂസ് സ്ലീപ്പിൻ്റെ സമയത്ത് മാത്രമേ ഇത് ലോങ് ടൈം മെമ്മറി ആയിട്ട് കൺവേർട്ട് ആവത്തുള്ളൂ. ഓക്കെ. വാക്യം വേണ്ടല്ലോ. റെഫറൻസ് നിങ്ങൾ പഠിച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്ക് പഠിക്കാൻ അങ്ങനെ അത്ര അങ്ങോട്ട് ഓർമ്മ നിൽക്കുന്നില്ല, എല്ലാവരെ പോലെ പറ്റുന്നില്ല എന്ന് തോന്നി എന്ത് ചെയ്യണം? പഠിത്തം ഉപേക്ഷിച്ച് നിർത്തണോ? എന്ത് ചെയ്യണം? ബൈബിൾ എന്താ പറയുന്നേ? നിങ്ങൾ ഒരാൾക്ക് ജ്ഞാനം കുറവാണെന്ന് തോന്നിയാ ആരോട് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കണം. ഞാൻ പഠിക്കുമ്പം പറഞ്ഞു വെച്ചിരുന്ന പ്രാർത്ഥിച്ച വാക്യമാണ്. ഞാൻ ചെയ്തോണ്ട് നിങ്ങൾ ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? കുട്ടികള് പാസ്റ്റർമാർ എന്തായാലും പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കാറുണ്ടോ? വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ?
നിങ്ങൾക്ക് വായിക്കുമ്പോൾ സന്തോഷവും നിങ്ങൾക്ക് ഒരു ആശ്വാസമൊക്കെ തോന്നുന്ന വാക്യങ്ങൾ എഴുതിയിട്ടിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളത് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ വാക്യങ്ങൾ മനപ്പോൾ തോന്നുന്നു എനിക്ക് പഠിച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നി ഈ റെഫറൻസ് എഴുതിയിട്ടോ. ഏത് റെഫറൻസാണ്? ജെയിംസ് 1:5 എഴുതിയിട്ടിട്ട് നിങ്ങളത് കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇനി അത് പഠിക്കുന്ന പിള്ളേരെല്ലാം അത് പറഞ്ഞ് പ്രാർത്ഥിക്കുമോ? ഓക്കെ. അവർ നിങ്ങൾക്ക് ധൈര്യം തരുന്ന, നിങ്ങൾ ചിലപ്പം എല്ലാം പഠിച്ചിട്ട് പോയിട്ട് ചിലപ്പോൾ പരീക്ഷ അങ്ങോട്ട് ശരിയായില്ല, നമ്മൾ പഠിക്കാത്ത മാത്രം സെലക്ട് ചെയ്ത് വന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് എഴുതാൻ പറ്റിയില്ല, എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങൾക്ക് ആ സിറ്റുവേഷനും വന്നിട്ടില്ല, അങ്ങനെയാണോ? എന്ത് ചെയ്യും നിങ്ങൾ? ഒന്ന് ആ വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 4:6-7 വരെ പെട്ടെന്ന് വായിക്കുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. എല്ലാവർക്കും അറിയാവുന്ന വാക്യമല്ലേ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഗ്രാഫിൽ കണ്ട വിചാരപ്പെടാത്ത ഉറക്കത്തിന്റെ വിചാരപ്പെടലല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങളുടെ കൈവിട്ടു പോയി, നിങ്ങൾ എഫേർട്ട് എടുത്തു, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് പറ്റുന്നില്ല, റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് പറ്റുന്നില്ലെങ്കിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആര് തരും? അനുഭവം ഉണ്ടോ? എനിക്ക് അനുഭവം ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ ദൈവത്തിന് അതിൽ ഒരു ഇത് മാറ്റം തരാനായി ഞാൻ ഒന്നും എന്താ പറയുക, ഒട്ടും മാർക്ക് കിട്ടത്തില്ല, ഭയങ്കര ടഫായിട്ടിരുന്ന എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഏറ്റവും എളുപ്പമായിരുന്ന വിഷയത്തെക്കാളും മാർക്ക് കിട്ടി അതിന് ടോപ്പറായിട്ട് എനിക്ക് എളുപ്പമുണ്ടായിരുന്ന വിഷയത്തിൽ ടോപ്പറാകാതെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ദൈവം എന്താ കാണിച്ചേ? ടോപ്പറായെന്ന് പറഞ്ഞതല്ല, ദൈവം എന്താ കാണിച്ചേ? ആരാ പ്രവർത്തിക്കുന്നതെന്ന് മഹത്വം ആർക്ക് വേണം? ദൈവത്തിന്. മാർക്ക് കണ്ടപ്പോൾ ഞാനും ഞെട്ടി, ടീച്ചേഴ്സും ഞെട്ടി, എല്ലാവരും ഞെട്ടി. കാര്യം അത്ര ടഫായിരുന്നു പരീക്ഷ. പക്ഷേ മിടുക്കല്ല, കാര്യം അപ്പുറത്ത് എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റിന് അത്രയും വിചാരിച്ചത്ര മാർക്ക്. അപ്പം ദൈവത്തിൻ്റെ മഹത്വം എന്ത് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു, വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ അവിടെ അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ പഠിത്തത്തിലും എൻ്റെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും വരാം. ഓക്കെ, ഒരാളൊന്ന് വായിച്ചേ ഉറക്കെ, കണ്ണു കാണുന്ന ആരെങ്കിലും ഒന്ന് വായിച്ചേ. ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ട യുവാവ് ജീവനൊടുക്കി. മാന്നാർ മേപ്പാട്. മതി. അടുത്തതിന്റെ ഹെഡിങ്. മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ച് അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. എല്ലാം വായിക്കണ്ട, ലാസ്റ്റത്തെ വായിച്ചേ. ഗെയിം കളിക്കാൻ ഫോൺ വാങ്ങി നൽകാതിരുന്നതിനെ തുടർന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കി. അതിന്റെ ലാസ്റ്റ് വാക്യം വായിച്ചേ. പബ്ജി കളിക്കാൻ ഫോൺ വാങ്ങി നൽകാതിരുന്നതിന്റെ മനോവിഷമത്തിലായിരുന്ന കുട്ടിയുടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഗെയിം, അല്ല അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഇന്നലെ ആവശ്യത്തിന് ക്ലാസ് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഓൺലൈൻ ഗെയിം. പിന്നെന്താ പറയുന്നേ? ആത്മഹത്യ അല്ലേ? 3ാമത് മനോവിഷമം. ഇതിലേതെങ്കിലും കാര്യങ്ങളുണ്ടോ? മനോവിഷമം, ഡിപ്രഷൻ. ഫോണിലൊരു ഗെയിം, ഫോൺ തന്നതേയാണ് പ്രശ്നം. നിനക്ക് എത്ര വയസ്സായി? നിനക്ക് ആരാ ഫോൺ തന്നേ? അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ഗെയിം കളി, ആത്മഹത്യ, അല്ലെങ്കിൽ ഗെയിം പോട്ടെ, മൊബൈൽ യൂസ്, സ്ക്രീൻ ടൈം, ആത്മഹത്യ, ഡിപ്രഷൻ. ആർക്കെങ്കിലും ഉണ്ടോ ഡിപ്രഷൻ? ഡിപ്രഷൻ ഇല്ല. എന്താ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ? വരാതിരിക്കുവോ? ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താ? ഞാൻ സൈക്യാട്രിസ്റ്റ് ആണല്ലേ. സൈക്യാട്രിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഭ്രാന്തുള്ള ഡോക്ടർ എന്നാണോ? എന്താ മെന്റൽ ഇൽനെസ് എന്ന് വെച്ചാ? ഭ്രാന്താണോ? അതാണ് എനിക്കും മനസ്സിലായത്. ഞാൻ ഇത്രയും പഠിച്ചു വെച്ചാൽ ഞാൻ സൈക്യാട്രിസ്റ്റ് ആയിട്ടും ഭ്രാന്തെന്നൊരു അസുഖം ഞാൻ അങ്ങനെ അസുഖം ഇതുവരെ പഠിച്ചില്ല. ഓക്കെ, അങ്ങനെ അസുഖം ഇല്ല ഇതുവരെ. ആളുകൾ പറയുമ്പോൾ ഞാൻ പറയും ഭ്രാന്തെന്നൊരു അസുഖം ഇല്ല. അസുഖങ്ങൾ എന്തൊക്കെയാ? ഡിപ്രഷൻ വരാം അല്ലേ, വിഷാദരോഗം വരാം, ആങ്സൈറ്റി വരാം അല്ലേ, വന്നൂടെ? എക്സാം ഫിയർ വരാം, സോഷ്യൽ ആങ്സൈറ്റി വരാം. അങ്ങനെ പല രീതിയിലുള്ള ഈ പ്രശ്നങ്ങളെ പറ്റി ട്രീറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യം പറയണ്ടേ? അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഡിപ്രഷൻ. അതുകൊണ്ടാണ് ഡിപ്രഷനെ പറ്റി ഒന്ന് പെട്ടെന്ന് പറയാമെന്ന് വിചാരിച്ചേ. ഓക്കെ, എന്താ ഡിപ്രഷൻ? സങ്കടമാണോ?
സങ്കടമുള്ള എല്ലാവരെയും ഞാൻ പിടിച്ച് മരുന്ന് കൊടുക്കുവാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിൽക്കാൻ സമയം ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും സങ്കടം വരില്ലേ? അപ്പം നിങ്ങൾക്ക് സങ്കടം വന്നാൽ നിങ്ങൾക്ക് സങ്കടമാണോ അത് ഡിപ്രഷനാണോ നിങ്ങൾക്ക് തിരിച്ചറിയണം അല്ലേ? ഡിപ്രഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ട്രീറ്റ്മെൻറ്റ്. നിങ്ങൾ പനി വന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഡിപ്രഷൻ വന്ന, പനി വന്നാൽ പ്രാർത്ഥിച്ചു മാറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് അത്രയും വിശ്വാസവും കാര്യങ്ങളും ഉള്ളതാണ്, തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുക. പക്ഷേ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഡിപ്രഷൻ വന്നാലും എന്ത് ചെയ്യണം? ഡോക്ടറെ കാണണം കേട്ടോ. അപ്പോൾ അറിയണ്ടേ സാധാ സങ്കടമാണോ ഡിപ്രഷനാണോ എന്ന് അറിയണ്ടേ? എങ്ങനെ അറിയും? എന്താ സങ്കടവും ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം? എന്താ സാധാ സങ്കടവും ഡിപ്രഷൻ വിഷാദ രോഗവും തമ്മിലുള്ള ഡിഫറൻസ്? സങ്കടം എപ്പോഴൊക്കെ വരാം? പരീക്ഷ തോറ്റാൽ വരാം, വഴക്ക് പറഞ്ഞാൽ വരാം, വെരി ഗുഡ്. പിന്നെ നമ്മൾ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ വരാം അല്ലേ? പിന്നെ പിന്നെ വേറെ വേറെ എന്തെങ്കിലും സാധനം കളഞ്ഞു പോയാൽ വിഷമം വരും, വെരി ഗുഡ്. ഓക്കെ. പിന്നെ ഇവ മാത്രമേ ഇവിടെ അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നുള്ളൂ. എഡ്വിൻ അല്ലേ? ഞാൻ പേര് മറന്നു. എഡ്വിൻ ആണോടാ? എയ്ഡൻ. ഓക്കെ. വേറെ വേറെ എപ്പൊക്കെ സങ്കടം വരാം? സങ്കടം വന്നാൽ എന്ത് ചെയ്യും? സങ്കടം വന്നാൽ കരയണം. പിന്നെ വേറെ കുറച്ചു നേരം ഒന്ന് മാറിയൊക്കെ നിന്ന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് പുറത്തൊക്കെ പോയി അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരാശ്വാസം കിട്ടും. പ്രാർത്ഥിച്ചാൽ ആശ്വാസം കിട്ടും, ബൈബിള് വായിച്ചാൽ ആശ്വാസം കിട്ടും അല്ലേ? അപ്പം നിങ്ങൾ പുറത്തൊക്കെ പോയി ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ആശ്വാസം കിട്ടുന്നില്ല, പ്രശ്നമല്ലേ? സങ്കടം വന്നാൽ എത്ര ദിവസം നിൽക്കും? ഒരു ദിവസം അല്ലേ? 2 ദിവസം, 3 ദിവസം, ഒരാഴ്ച, 1 മാസം നിൽക്കുമോ? 1 മാസം നിന്ന പ്രശ്നമാണ് അല്ലേ? നിങ്ങളൊരു കാര്യത്തെ ഓവർകം ചെയ്യാതെ സങ്കടം തുടർച്ച, അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും സങ്കടമില്ല, തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീണ്ടും സങ്കടം, പിന്നെ കളിക്കാൻ പോകുമ്പോൾ സങ്കടമില്ല, തിരിച്ചു വരുമ്പോൾ സങ്കടം, അതല്ല, തുടർച്ചയായിട്ട് എന്ത് ചെയ്താലും സങ്കടം. ഓക്കെ. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രശ്നം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളില്ലേ? പഠിക്കാൻ, പാട്ടുപാടാൻ, കളിക്കാൻ, അതൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തോളാം. നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് പേരൻസ് പറയാം, ഓ നിനക്ക് ഇന്ന ഫുഡല്ലേ ഇഷ്ടം, ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്ത് വേണ്ട ആ ഫുഡ് കഴിക്കാൻ, നീ എന്നാൽ കുറച്ചു നേരം ഒന്ന് പോയി കളിച്ചോ, കളിക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു ദിവസത്തെ കാര്യമല്ല, തുടർച്ചയായിട്ട് വന്നാൽ അവിടെ പ്രശ്നമാണ്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പഠിക്കുന്നവരാണെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധയില്ല, പഠിക്കുന്ന കാര്യങ്ങൾ പണ്ടത്തെ പോലെയല്ല, മറന്നു പോകുന്നു. ഇച്ചിരി പ്രായമായോ വീട്ടിൽ ആഹാരമൊക്കെ പാചകം ചെയ്യുന്നവരാണെങ്കിൽ ഉപ്പും മുളകും എല്ലാ സാധനങ്ങളും പഞ്ചസാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുന്നു, ശ്രദ്ധയില്ല, ഓർമ്മയല്ല, ശ്രദ്ധ വിട്ടുപോകുന്നതുകൊണ്ട് അങ്ങനത്തെ തെറ്റുകൾ വരുന്നു. ഭയങ്കര ക്ഷീണം വരുന്നു, എപ്പോഴും കിടന്നാൽ മതി, പഴയ പോലെ ഒരു എനർജി ഒന്നും കിട്ടുന്നില്ല. പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല തോന്നാറുണ്ടോ? എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഞാൻ വലിയ പ്രയോജനമൊന്നുമുള്ള ആളല്ല, എനിക്ക് വലിയ ഭാവിയൊന്നും ഇല്ല, എന്നെ ആർക്കും വലിയ സഹായിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ഒരിക്കലും ഒരു തോട്ട് ഇങ്ങനെ വന്നു പോകുന്നതിനെ അല്ല, തുടർച്ചയായിട്ട് 2 ആഴ്ചയോ അതിലധികമോ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷനിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട്, ഇപ്പം പഠിക്കുന്നവർക്കാണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, പഠിത്തത്തിൽ പുറകോട്ട് പോയി, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നം, വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം അങ്ങനെ പ്രശ്നം വരിക, ഉറങ്ങാൻ പറ്റുന്നില്ല, വിശപ്പില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഡിപ്രഷനാണ് ബുദ്ധിമുട്ട്. ഡിപ്രഷൻ വന്നാൽ എന്ത് സംഭവിക്കാം? നിങ്ങൾക്കത് കട്ടി ആർക്കും വന്നിട്ടില്ല, നല്ല കാര്യം. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നിങ്ങളെ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ എന്താ പ്രശ്നം? നമ്മളിനി ജീവിച്ചിട്ട് കാര്യമില്ല, നമുക്കിനി ഒരു മാറ്റം വരാൻ പോകുന്നില്ല, കണ്ടീഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? മരിച്ചാൽ കൊള്ളാമെന്ന് തോന്നാം അല്ലേ? തോന്നിക്കൂടെ? ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നുന്നത് തെറ്റാണോ? തോന്നുന്നത് പാപമാണോ? തോന്നുന്നത് പാപമല്ല, പക്ഷെ ചെയ്താൽ പാപമാണ്. തോന്നാം അല്ലേ? ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ജീവിക്കണ്ടായിരുന്നൊന്നും ചിന്ത വരാം, പക്ഷെ അതിൻ്റെ പുറത്ത് ആക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പാപമാണ്. അപ്പം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യണം. ജീവിക്കണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണോ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? ഡിപ്രഷൻ ആണെങ്കിൽ നിങ്ങൾ
ചികിത്സ എടുക്കണം കേട്ടോ. ആരെങ്കിലും കാണണം. പിന്നെ ആരോടേലും ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ. നിങ്ങളുടെ കാര്യം പറയാൻ നിങ്ങൾക്ക് വിഷമം. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ തിരിച്ചറിയാം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടെന്ന്? ആളുടെ നോട്ട്ബുക്കിൻ്റെ ബാക്കിലൊക്കെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. ഇവൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ട കേട്ടോ. എഴുതി വെച്ചേക്കാം അല്ലേ, എന്നെ കൊള്ളത്തില്ല, അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് സങ്കടമായി, എഴുത്തുകൾ വരും അല്ലേ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റസ് വരും. എന്താ, എന്തിനെ പറ്റി സ്റ്റാറ്റസ്? സ്റ്റാറ്റസ് കാണുമ്പോഴേ മനസ്സിലാവും ആൾ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുവാണോ, എല്ലാം മനസ്സിലായില്ലേ. മരണത്തെപ്പറ്റിയും ആത്മഹത്യയെപ്പറ്റിയും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക. പിന്നെ കയ്യിലൊക്കെ ഓരോ ആത്മഹത്യക്ക് പിന്നിലും 20-ലധികം പരാജയപ്പെട്ട ആത്മഹത്യാ ശ്രമങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് WHO. അതായത് ഒരാത്മഹത്യക്ക്, എല്ലാവരും അല്ല, പക്ഷെ മെജോറിറ്റി ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ 20 പേരുടെ അല്ലെങ്കിൽ 20 തവണ ആത്മഹത്യാ ശ്രമങ്ങൾക്ക് ശേഷമാണ് ഓരോ 40 സെക്കൻഡിൽ ഓരോ ആത്മഹത്യ നടക്കുന്നത്. ഓക്കെ, അപ്പം 20-ലധികം തവണ ശ്രമം നടത്തിയതിന് ശേഷമാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം 20 തവണ നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? സൂചനകൾ തരുന്നുണ്ട്. നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ സഹായിക്കാൻ പറ്റും. പിന്നെ എങ്ങനെ മനസ്സിലാക്കാം? കൈയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഒരാൾ ആത്മഹത്യാ ശ്രമം നടത്തി പരാജയപ്പെട്ടു, രക്ഷപ്പെട്ടു, ആൾക്ക് പിന്നെയും ചെയ്യാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിന് മുമ്പ് എങ്ങനെ മനസ്സിലാക്കാന്നുള്ള 2 കാര്യം പറഞ്ഞു. വേറെ അവരുടെ സംസാരത്തിൽ എന്ത് വരാം? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വരാം. എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുള്ള സംസാരങ്ങൾ വരാം. നിങ്ങളുടെ കൂട്ടുകാരാണ് നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരാൾ പഠിത്തത്തിലൊക്കെ പുറകോട്ട് പോയി മാർക്കൊക്കെ കുറയും, നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും വരുന്നില്ല, ലഹരിയൊക്കെ ഉപയോഗിക്കാൻ ചിലർ തുടങ്ങും. അപ്പോൾ ഒരാളുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം കണ്ടു തുടങ്ങി, നിങ്ങൾക്ക് ഡൗട്ടായി. എന്ത് ചെയ്യും? എയ്ഡന് ഡൗട്ടായി, ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടോയെന്ന് ഡൗട്ടായി. എന്ത് ചെയ്യും? നിങ്ങൾ ചോദിക്കില്ലയോ? നിങ്ങൾ ചോദിച്ചാൽ ആൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യത കൂടുതലാണോ കുറവാണോ? ആത്മഹത്യയെപ്പറ്റി ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ? കൂടുതൽ, കുറവ്, 2 ഉത്തരല്ലേ ഉള്ളൂ അല്ലേ? കൂടുതലാണെന്ന് അഭിപ്രായമുള്ളവരെന്ന് കൈപൊക്കിക്കേ. ആത്മഹത്യ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ ആത്മഹത്യയെപ്പറ്റി ചോദിച്ചാൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ സാധ്യത കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആരുമില്ല. ഒരാൾ കൊച്ചു പിള്ളേരെല്ലാം ചോദിച്ചാൽ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. വലിയ ആളുകൾ എന്ത് ചെയ്യും? ചോദിക്കുമോ? എയ്ഡൻ എന്ത് ചെയ്യും? ഫ്രണ്ടിൻ്റെ അടുത്ത് എന്ത് ചെയ്യും? നിനക്ക് ഡൗട്ടായി, അപ്പം എൻ്റെ ഫ്രണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവാണോ? എന്ത് ചെയ്യും? എന്ത് ചോദിക്കും? ചോദിക്കണം കേട്ടോ. നിങ്ങൾ ഒരാൾക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആത്മഹത്യ മാത്രമല്ല, അത് വിശ്വാസികളാകണമെന്നില്ല. നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയോട് എന്താ പറ്റിയെന്ന് ചോദിക്കണം. നിങ്ങൾക്കൊരു കുറച്ച് പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നുണ്ട്, എന്താണെന്ന് ഷെയർ ചെയ്യാൻ, ഞാൻ കേൾക്കാൻ. പലപ്പോഴും കേൾക്കാൻ ആളില്ലാത്ത പ്രശ്നം. പല പേഷ്യൻസ് വരുന്നത് മരുന്നിന് വേണ്ടിയിട്ടല്ല, ഡോക്ടർ എന്നെ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അവരെ കേൾക്കാൻ ആരില്ല. അപ്പോൾ ഡോക്ടർ കേൾക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് വരുന്നത്. അപ്പം അതിന് ഡോക്ടറെ അടുത്ത് വരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് ചെവി കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് നിങ്ങൾ പറയാം, നിങ്ങൾ സമയം തരാൻ റെഡിയാണ്, നിങ്ങൾ ഷെയർ ചെയ്താൽ ഞാൻ കേൾക്കാൻ റെഡിയാണ്. നിങ്ങളൊന്നും പറയണ്ട, സൊല്യൂഷനൊന്നും തരാമെന്നല്ല, കേൾക്കാൻ ഞാൻ റെഡിയാണ്, എന്നോട് പറയാമെന്ന് നിങ്ങൾ പറയണം. പിന്നെ എന്താ പറയും? എന്നോട് പറഞ്ഞു ഞാൻ എല്ലാ പ്രശ്നവും പരിഹരിച്ചു തരാമെന്ന് പറയുമോ? എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം, എന്നോട് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയരുത്. എന്ത് പറയണം? നിങ്ങൾ സംസാരിച്ചു, എന്ത് പറയും? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് വേണ്ട, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് തന്നെ അവർ പറയാൻ. എന്ത് പറയണം? ധൈര്യമായിട്ട് പറഞ്ഞോ, പറയുന്ന കാര്യങ്ങളിൽ എന്നെക്കൊണ്ടാകും വിധം, എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന വിധം
ഞാൻ അത് പറയാമല്ലോ അല്ലേ? അത് പറയുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഒരു ഫോൾസ് ഹോപ്പ് ഒരാൾക്ക് കൊടുക്കല്ല്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക. ആൾക്ക് 1 കോടിയുടെ കടമായിരിക്കും, നിങ്ങൾക്ക് നാളെ 1 കോടി കൊടുക്കാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന അതുകൊണ്ട് ആളെ തലയുരാന്നല്ല. നമ്മൾ ആ പറയുന്ന കേൾക്കുമ്പോഴേ ആൾക്കറിയാം ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പറയുമോ? ഇല്ല. ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് വേണം അവർ പറയുന്നത് കേൾക്കാനായിട്ട്. ഓക്കെ. പിന്നെന്ത് ചെയ്യും? നിങ്ങൾക്ക് തോന്നുന്നോ നിങ്ങളുടെ കൈ നിൽക്കത്തില്ല, ഇത് കുറച്ചധികം പ്രശ്നങ്ങളാണ്, എല്ലാം ഞാൻ പരിഹരിക്കാം, എല്ലാ ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമോ? നിങ്ങൾ വേറെ ആരെങ്കിലും കണക്ട് ചെയ്ത് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളെ സഹായിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്ന ആരുടെയും അടുത്തോട്ട് നിങ്ങൾ ആ വ്യക്തിനെ കണക്ട് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യും? ഓക്കെ ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ് പോവോ? എന്ത് ചെയ്യണം? പിന്നീട് എന്തായി എന്നുള്ള കാര്യം നിങ്ങൾ ആ വ്യക്തിയോട്, അല്ലെങ്കിൽ പിന്നെന്താ, നമ്മളൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞ പോലെ ആവത്തില്ലേ? അല്ലെങ്കിൽ ആളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാനുള്ളൊരു ഇൻട്രസ്റ്റ് കാരണം ചോദിച്ചായി പോകത്തില്ലേ? നിങ്ങൾ ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തായി എന്നുള്ള കാര്യവും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ. അപ്പോൾ എല്ലാവരെയും ഡോക്ടറിൻ്റെ അടുത്ത് വിടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ചധികം പ്രശ്നമാണെന്ന് തോന്നുന്നവരെ മാത്രം നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തോട്ട് വിട്ടാൽ മതിയാവും. ഓക്കെ. ബൈബിൾ വാക്യങ്ങൾ വേണോ? വേണ്ട അല്ലേ? എന്താ പറയുന്നേ? ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ, മനസ്സ് കയറുന്നവരെ അവൻ രക്ഷിക്കും. ഓക്കെ. പിന്നെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വരുവിൻ. ബാക്കി ഓക്കെ, ആശ്വസിപ്പിക്കും. പിന്നെ അടുത്തത് സങ്കീർത്തനം 42:11. 42:11. പെട്ടെന്ന് വായിച്ചു വന്നാ, പെട്ടെന്ന് വായിച്ചു. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അവിടെ വായിക്കാൻ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? ദൈവം മുഖപ്രകാശ രക്ഷ ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഇനിയും ദൈവത്തെ സ്തുതിക്കുമെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഇതിനു മുമ്പും പ്രശ്നങ്ങൾ വന്നു, ആര് സോൾവ് ചെയ്തു, ആര് രക്ഷിച്ചു, ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട്, അതേപോലെ ഇപ്പോഴും വരുമെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. ഓക്കെ. ഓക്കെ. ഞാൻ പറഞ്ഞു ഇതിന് ഏറ്റവും കൂടുതൽ റിസ്ക് ആരാ നിങ്ങളോട് ആരെയും ചോദിച്ചാൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ റിസ്ക്. ഓക്കെ. രണ്ടാമത്തെ റിസ്ക് സൈക്യാട്രിക് ഇഷ്യൂ ഉള്ളവർ, കൂടുതലും ലഹരിയുടെ ഉപയോഗമുള്ളവർ, അത് കഴിഞ്ഞ ഡിപ്രഷനുള്ളവർ. ഓക്കെ. ആരൊക്കെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നുള്ളതാണ്. പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും സൈക്യാട്രിക് ഇഷ്യൂ ഉള്ളവർ, നമ്മുടെ ഫാമിലി എന്ന് ഉദ്ദേശിച്ചത് രക്തബന്ധത്തിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തവരോ സൈക്യാട്രിക് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ അവരെല്ലാം പോയി ആത്മഹത്യ ചെയ്യുമെന്നല്ല, അവർക്ക് റിസ്ക് എന്തിനാ റിസ്ക് കൂടുതലുള്ളവരെ റിസ്ക് കൂടുതലുള്ളവരെ അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ചുറ്റും നിങ്ങളായിരിക്കുന്ന ഗ്രൂപ്പിലോ സൺഡേ സ്കൂളിലോ നിങ്ങളുടെ ചർച്ചയിൽ ഇതിനു മുമ്പ് ആരെങ്കിലും ഒരു ശ്രമം നടത്തി, അല്ലെങ്കിൽ ആളുടെ ഫാമിലിയിൽ ഒരു 3-4 ആത്മഹത്യ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിട്ട് അറിയാം. അപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് ശ്രദ്ധ എപ്പോഴും അവർക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിക്കണമെന്നല്ല, അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് കാണുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇപ്പോൾ വാണിങ് ഞാൻ പറഞ്ഞു, സൂയിസൈഡ് നോട്ടും കാര്യങ്ങളും, ഓക്കെ, ഡ്രഗ്സിൻ്റെ യൂസും കാര്യങ്ങളും പറഞ്ഞു. വേറൊരു കാര്യമുണ്ട്, എല്ലാ ആത്മഹത്യാ ശ്രമങ്ങളല്ല അല്ലേ? എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ കിണറ്റിലോ കിണറ്റ് ചാടുക പറയും, കര വരെ പോയി നിൽക്കും അല്ലേ? ചില ഭീഷണികളുണ്ട് അല്ലേ? എല്ലാ ഭീഷണികളും ആത്മഹത്യാ ശ്രമങ്ങളാണോ? കുറേ പേരുടെ കയ്യിൽ ഇങ്ങനെ കുറേ വരകൾ കാണാം, അത് ആരറിയാതെ വരയ്ക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും അത് പോകത്തില്ല എന്ന് പിള്ളേർക്ക് പിന്നെ മനസ്സിലാവുന്നത്. ആ വരയ്ക്കുന്ന വരകളൊന്നും പിന്നെ പോകത്തില്ല, കയ്യിൽ കണ്ടാലേ അറിയാം. ആ വര വരച്ചുകൊണ്ട് ആരും മരിക്കാൻ പോകുന്ന ഇല്ല. പിന്നെ എന്താ സംഭവിക്കുന്നേ? ഓക്കെ. വീട്ടിൽ വഴക്കുണ്ടായി, 5 പാരസിറ്റമോൾ എടുത്ത് കഴിച്ചു. 5 പാരസിറ്റമോൾ എടുത്താൽ മരിക്കില്ല, കഴിക്കുന്ന ആർക്കും പലപ്പോഴും അറിയാം. എന്ന് വെച്ചാൽ ഭീഷണി, നീ കുറേ ഭീഷണിപ്പെടുത്തിയല്ലേ, എന്നാൽ നീ ഇത്തവണ പോയങ്ങോട്ട് മരിക്കുന്ന പറഞ്ഞാൽ ആ വ്യക്തി ആയിരിക്കും പോയി മരിക്കുന്നത്. അങ്ങനെ മരിക്കുന്നവരും ഉണ്ട്. അപ്പം എല്ലാ ആത്മഹത്യാ ഭീഷണികളും മരിക്കാൻ വേണ്ടിയിട്ടല്ല, ആണോ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? അപ്പം എല്ലാവരും കയ്യിലൊക്കെ വരയ്ക്കുന്ന സ്വഭാവം ഉണ്ട്, സൂക്ഷിച്ചോണം, എല്ലാവർക്കും മനസ്സിലാവും.
എന്തിനാ വരയ്ക്കുന്നേ? സ്വയം വേദനിപ്പിക്കുക. കയ്യിലൊക്കെ കുത്തുക, വരയ്ക്കുക, ബ്ലേഡും കൊണ്ട് കയ്യിൽ, തൊടയിൽ, ഭിത്തിയെ പോയി തലയിടിക്കുക. വേദനിക്കുമ്പോൾ ഒരു സന്തോഷം. എന്തോ കാര്യം? ചിലർ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. ഓക്കെ, നമ്മുടെ സങ്കടം കാണുമ്പോൾ അവർ ചെയ്തു തരും. ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നവരുണ്ട്. വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്. എന്താ? ഒരു മനസ്സിൽ ഭയങ്കര സങ്കടമായിരിക്കും. സങ്കടം സഹിക്കാൻ ഹൃദയം പൊട്ടിപ്പോവാന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥ. അത് ഒരവസ്ഥ വരുമ്പം ശരീരത്തിൽ വേദന, ഇവർക്ക് വേദന എടുക്കത്തില്ല. നമ്മളിത് കാണുമ്പോൾ പേടിക്കും, പക്ഷെ അവർക്ക് വേദന എടുക്കത്തില്ല. എന്ന് വെച്ചാൽ മനസ്സിന് വേദന ഉള്ളതെല്ലാം പോയി കൈമുറിക്കാനല്ല പറഞ്ഞേ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫിസിക്കൽ പെയിൻ വരുമ്പോൾ ഈ മനസ്സിൻ്റെ വേദന കുറയുമെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നത്. എന്തിനത് പറഞ്ഞേ? അപ്പം അങ്ങനെയുള്ളവരെ കണ്ടാൽ കുറച്ച് പേരെങ്കിലും എനിക്ക് ഹെൽപ്പ് വേണം, ഞാൻ ഹാപ്പി അല്ല, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എന്നെ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നൊരു സൂചന തരുന്നതാണെന്ന് അതാണ് ഇങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞേ. അവർ കേൾക്കണ അത് അവർക്കൊരു ഹെൽപ്പ് വേണമെന്നുള്ളൊരു ക്രൈയിങ് ഫോർ ഹെൽപ്പാണ്. അപ്പം നമുക്കത് ചോദിക്കാൻ എളുപ്പമായില്ലേ? ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞ് ചോദിച്ചു തുടങ്ങി കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരിക്കലും ആത്മഹത്യാ പ്രവണതയുള്ള ആളുകളോട് ഇത് കുറേ ആയല്ലോ എന്നാൽ നീ ഇത്തവണ പോയി അങ്ങ് ചെയ്യുക, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയരുത് കേട്ടോ. അങ്ങനെ പറയുമോ? ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. പേരൻസ് ശ്രദ്ധിക്കുക, ഒരിക്കലും അങ്ങനെ പറയാതിരിക്കുക. എന്ന് വെച്ച് അവരാവശ്യപ്പെടുന്ന കാര്യം വാങ്ങിച്ചു കൊടുക്കാനും അല്ല പറഞ്ഞത്. സെൻറ്റൻസ് പറയാതെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കണമെന്നും അല്ല പറഞ്ഞത്. എന്നാൽ നീ പോയി ആത്മഹത്യ ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും വരാൻ പാടില്ല. ഓക്കെ, ബൈബിൾ എന്താ പറയുന്നേ? തീർന്നു ഞാനും എടുത്തു. ബൈബിളിൽ എന്താ പറയുന്നേ? നമ്മുടെ ശരീരം ആര് വിലയ്ക്ക് വാങ്ങിയതാ? യേശു വിലയ്ക്ക് വാങ്ങി. ഇപ്പം നമ്മുടേതാണോ ഈ ശരീരം? നമ്മുടേതല്ലാത്ത ഒരു ശരീരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് റൈറ്റ് ഉണ്ടോ? ഇതിപ്പോൾ ആരുടെ ശരീരമാ? യേശുവിൻ്റെ ശരീരത്തിൽ കയറിയിട്ട് പണിയാൻ നമുക്ക് റൈറ്റ് ഇല്ല കേട്ടോ. അപ്പം അത് നമുക്ക് ആത്മഹത്യ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ആത്മഹത്യാ പ്രവണത വന്ന കുറച്ച് പേരെ പറ്റി പറയുന്നുണ്ട് ബൈബിൾ. ആരാ? ഏലിയാവ് എന്താ പറയുന്നേ? ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ എന്താ പറയുന്നേ? ലാസ്റ്റ് വാക്യങ്ങളെ വേണമെങ്കിൽ ഇതോടെ ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. ഒന്ന് വായിച്ചേ. 1 രാജാക്കന്മാർ 19:4. രാജാക്കന്മാർ 19:4. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഏലിയാവിന് എന്ത് വന്നു? മരിച്ച മതി എന്നുള്ള ചിന്ത വന്നു. വേറെ ആർക്ക് വന്നു? യോബിന് എന്താ വന്നു? യോബിന് കഷ്ടത വന്നോ? യോബിന് എത്ര കഷ്ടത വന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. യോബിന് എന്ത് വന്നു? മരിച്ചാൽ കൊള്ളാന്ന് തോന്നി. യോബ് എന്താ പറഞ്ഞേ? യോബ് 3:11 വായിച്ചേ. യോബ് 3:11. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണം പോകാതിരുന്നതെന്ത്? ഓക്കെ, റെഫറൻസ് ചെയ്ത് നിങ്ങൾക്ക് വേണേൽ റെഫറൻസ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സിലോ ആർക്കെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് വന്ന് അവർക്ക് ബൈബിൾ വായിക്കാനുള്ള ഒരു ഇൻസ്പിറേഷനും അല്ലേ? വേണമെങ്കിൽ ഒരു ചെറിയ ബൈബിളൊക്കെ കൊണ്ട് കൊടുക്കുക, എന്നിട്ട് റെഫറൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അവർ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. ഓക്കെ, യോബിന് തോന്നി മരിച്ച അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരണ്ടായിരുന്നു വെച്ച അർത്ഥം എന്താ? ജനിക്കേ വേണ്ടായിരുന്നു. അപ്പം മരിക്കുന്നതിനെ പറ്റിയാണ് ആലോചിച്ചത്. അടുത്ത ആരാ? യോന എന്താ പറഞ്ഞേ? യോന 4:3 വായിച്ചേ. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് പറഞ്ഞു. 2-3 എക്സാമ്പിൾ പറഞ്ഞു. ഇവരോടൊക്കെ ദൈവം എന്ത് പറഞ്ഞു? ഇവർക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു അല്ലേ? ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നോ? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ച ആൾക്കാർ. ഇവരോടൊക്കെ ദൈവം എന്ത് പറഞ്ഞു? മതി, നിങ്ങൾ പോരെ, എൻ്റെ അടുത്ത് സങ്കടമൊക്കെ ഞാൻ മാറ്റിത്തരാം, എൻ്റെ അടുത്തോട്ട് പോരെ, മരിച്ചോളാൻ പറഞ്ഞോ? ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. അതൊന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നേ? യോബിന് അത്രയും കഷ്ടം നമുക്ക് വന്നിട്ടില്ല, യേശുവിന് അത്രയും കഷ്ടം നമുക്ക് വന്നിട്ടില്ല. അവർ ഓവർകം ചെയ്തു, അവരെ ദൈവം
സഹായിച്ചെങ്കിൽ നമ്മളെയും ദൈവം സഹായിക്കും. ഓക്കെ, സീക്ക് ഫോർ ഹെൽപ്പാണ്. ഓക്കെ, വേണോ? സോഷ്യൽ പ്രോബ്ലം വേണോ? വേണ്ടല്ലോ, വേണോ? നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളല്ലേ? പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ട് ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് വാക്ക് പറയാലോ അല്ലേ? ഒരാൾക്ക് ലൈൻ ഉണ്ടെങ്കിൽ ആള് ഭയങ്കര മോശക്കാര്. പിന്നെ ക്ലാസ് ഫുൾ ചർച്ച അവരെ പറ്റി. ആ കൊച്ച് അങ്ങനെ പോയി, ആള് ശരിയല്ല, പേരൻസിനൊന്നും പഠിക്കുന്നില്ല. പിന്നെ ഫുൾ ഡിസ്കഷൻ ആ കൊച്ചിനെ പറ്റിയാ. ഇപ്പോഴോ 45 പേരുണ്ടെങ്കിൽ 40 പേർക്കും ഉണ്ട്. ഇല്ലാത്ത 5 പേരെ പറ്റിയാണ് എന്തോ പ്രശ്നമുണ്ട്, സ്ട്രെയിറ്റ് അല്ലേ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ. അപ്പം പ്രഷർ കാരണം ആണ് പലരും. പ്രഷറുണ്ടോ? നമുക്ക് നോ പറയാൻ അറിയാലോ അല്ലേ? വിത്ത് ബൈബിൾ വാക്യങ്ങൾ അല്ലേ? നമ്മൾ സ്ട്രോങ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആരും ആ കുടുക്കി പോയി ചാടുവോ? എന്നിട്ട് പറയാം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ടെൻഷനായിരുന്നു, ഞാൻ വെറുതെ. ചിലർ വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ ആ നമ്പർ എടുക്കാതിരിക്കാൻ വേണ്ടി പറയാം. എനിക്കില്ല, ഓക്കെ, എനിക്കില്ല. പക്ഷെ ഇവരുടെ മുമ്പിൽ ഉണ്ടെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയൊന്നും ബുദ്ധി ആരും പ്രയോഗിക്കണ്ട കേട്ടോ. ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. എന്താ ബൈബിൾ പറയുന്നേ? എന്താ പ്രശ്നം ഡേറ്റിങ്ങിൻ്റെ? എന്താ പ്രശ്നം? പ്രശ്നമേ ഉള്ളല്ലേ? നമുക്ക് ബൈബിൾ അനുസരിച്ച് പോവാം. ഞാൻ മറ്റു ഡീറ്റെയിൽസ് വേണ്ടല്ലോ, സമയവും കഴിഞ്ഞു. ബൈബിൾ എന്താ പറയുന്നേ? എന്താ ബൈബിൾ പറയുന്നേ? ഒന്നും പറയുന്നില്ലേ? എന്നാ ആ റെഫറൻസ് എഴുതിയിട്ടോ. ഓക്കെ, കൊച്ചുള്ളാരുടെ അടുത്ത് എങ്ങനെയാ വരുന്നേ? ബൈബിളല്ല, മിഠായി, പിന്നെ ടോയ്സ്, ഐസ്ക്രീം. അവനോട് വായിച്ചതാന്ന് തോന്നുന്നു, അതിനകത്ത് വായിച്ചതാണ്. ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. ടീനേജ് ആണെങ്കിലോ, നിങ്ങൾ ടീനേജ് ആൾക്കാരല്ലേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ വീട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല. എനിക്കേ മനസ്സിലാകത്തുള്ളൂ, എനിക്ക് മനസ്സിലാകാൻ പറ്റും. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ പെട്ടെന്ന് അപ്പുറത്തൊരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതുവരെ മനസ്സിലാക്കാത്ത പോലെ ഒരാൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, പ്രോമിസുകളൊക്കെ തരുന്നു, പിന്നെ പറയുന്നു എല്ലാവർക്കും ഉണ്ട്, നിനക്കില്ലെങ്കിൽ ഇത് അൺകൂളാണ്, ശരിയാകത്തില്ല എന്നുള്ള രീതി പ്രലോഭിപ്പിച്ച് നിങ്ങളെ എന്താ പറയുക, തെറ്റിച്ച് കളയാനായിട്ട് ആളുകൾ പുറത്തുണ്ട്. എന്ത് പറയും? സ്ട്രോങ് അല്ലേ? നോ പറയും അല്ലേ? പറയുമോ? വന്നപ്പോഴത്തേക്ക് ക്ഷീണം കാരണം പറയാത്താണോ? പറയാനുള്ള മടിയാണോ? ഞാൻ കഴിഞ്ഞു ഇത് പറയണ്ടെന്ന് വിചാരിച്ച ഈ റെഫറൻസ് എഴുതിയിട്ടോ, നിങ്ങൾക്ക് യൂസ് വരും. നിർത്തുവാണേ. തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ 4:3 മുതൽ 5 വരെ എന്താ പറയുന്നത്? ഷുഡ് അബ്സ്റ്റെയിൻ ഫ്രം ഫോർണിക്കേഷൻ. ഫോർണിക്കേഷൻ എന്ന് വെച്ചാൽ എന്തായാലും 12 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാ. എന്താ? വിവാഹത്തോട് കൂടി അല്ലാതുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ബൈബിൾ ആദ്യമേ പറയുന്നുണ്ട്, വിവാഹം കഴിച്ചവരാണേലും കഴിക്കാത്തവരാണേലും വിവാഹം കഴിക്കാത്ത 2 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പാപമാണെന്ന് ബൈബിള് പറയുന്നുണ്ട്. റെഫറൻസ് എഴുതിയിട്ടോ. പ്രോവർബിൽ എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വായിക്കുമോ ആരെങ്കിലും എടുത്തെങ്കിൽ? നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? ഗാർഡ് ചെയ്യണം. എന്ത് ചെയ്യണം? സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഹൃദയത്തെ കാത്തുകൊള്ളാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, തിമോത്തിയിൽ എന്താ പറഞ്ഞേക്കുന്നേ? 2:22. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. യൗവന മോഹങ്ങൾ ഉണ്ടാവും അല്ലേ? പക്ഷെ അതിന് എന്ത് ചെയ്യണം? വിട്ട് ഓടാൻ എങ്ങനെ പറ്റും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്. പറഞ്ഞിട്ടില്ലേ? ഇന്ദ്രിയ ജയം പോസിബിൾ ആണ്. ഓക്കെ, ഡിജിറ്റൽ ഇന്നലെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലായി അല്ലേ? ഒറ്റ കാര്യം പറയാം, ഫോൺ യൂസ് കൂടിയാൽ നിങ്ങളുടെ ശ്രദ്ധ കൂടി. ഇപ്പം ഫോൺ യൂസ് ഇല്ലാതെ ഇരുന്ന് പഠിക്കുന്ന ഒരാൾ ഫോൺ യൂസ് ഓവറായിട്ടിരിക്കുന്ന ആളുടെ അറ്റൻഷനിൽ കാര്യമായിട്ടുള്ള കുറവ് വരികയും നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഡിമെൻഷ്യ എന്ന് വെച്ചാൽ അൾസൈമേഴ്സ് നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? ഡിമെൻഷ്യ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടിന് സമയമില്ലെന്ന് തോന്നുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒറ്റ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും? ഇല്ലല്ലോ. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ?
മനസ്സിലായി? റിവിഷന്റെ ടൈം ഒരിക്കലും മറക്കല്ല. ഓക്കെ, 1 hour 1 day 1 week 1 month. ഓക്കെ, നോ പറയേണ്ടടുത്ത് നോ പറയാ. ഓക്കെ, പറയില്ലേ? ഓക്കെ, ശരി, താങ്ക് യു. അല്പസമയങ്ങൾ കർത്താവിൻ്റെ ദാസിയിലൂടെ കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് ഉപയോഗിച്ച എല്ലാ നല്ല വിധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ഇടങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹകരമായ ക്ലാസ്സുകൾ എടുത്ത ഡോക്ടർ അലീന ജോൺസനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കരങ്ങളടിച്ച് അഭിനന്ദിക്കാം. സർവശക്തനായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. നമ്മൾ ഈ സമയങ്ങളൊക്കെ വേർതിരിച്ച് 2 ദിവസം ഈ മുഖത്തല AG സഭയിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നമ്മൾ പണം ഒത്തിരി ഉണ്ടായതുകൊണ്ടല്ല. ഈ കാലഘട്ടം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഉദ്ദേശത്തിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എങ്ങനെ ആ ലക്ഷ്യബോധത്തിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കാം എന്നുള്ള വളരെ ആകുലതയും ഭാരവും നിമിത്തമാണ് ഇപ്രകാരം 2 ദിവസത്തെ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം വളരെ ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ. നമുക്ക് പ്രത്യേകിച്ച് ഇന്ന് നടന്ന ക്ലാസ്സിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാനായിട്ട് ഒത്തിരി പ്രേരണയുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ വല്ലാത്ത ഒരു പിടിയിലാണ് നാം ആയിരിക്കുന്നത്. മൊബൈൽ ഫോൺ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാൾ ഒരു ഫോൺ എടുക്കുമ്പോൾ അടുത്ത ആൾ അത് കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത ആൾ എടുക്കുന്നു. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ചെലവഴിക്കുന്ന ഈ സമയങ്ങൾ ഭാവിയിൽ നമുക്ക് വിലപ്പെട്ടതാണ്, ദൈവസഭയ്ക്ക് വിലപ്പെട്ടതാണ്. ദൈവദാസന്മാരായ അടിയങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് സമയം ചെലവഴിച്ചില്ല എങ്കിൽ ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി. വെറും വന്ന് ചുമ്മാ കടന്നു പോകാനല്ല കേൾക്കുന്നത്. ഒത്തിരി കേട്ടില്ലെങ്കിലും, ഒത്തിരി നമുക്ക് മനസ്സിലിരുന്നില്ലെങ്കിലും അല്പകാര്യം നമ്മുടെ കുടുംബത്തിന്, നമ്മെ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഭയ്ക്ക് അതൊരു പ്രയോജനകരമായി തീരണം. അതിനായി നാം ശ്രമിക്കണം. അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ കഴിവതും തീരെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ എടുത്തോ. തീരെ എടുക്കാൻ പറ്റത്തില്ല ചിന്തയുണ്ടെങ്കിൽ എടുത്തോ. അല്ലാത്തവർ മസ്റ്റായി ദയവ് ചെയ്ത് അല്പസമയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പോക്കറ്റിൽ തന്നെ ഇടുക, വൈബ്രേഷൻ മോഡിൽ ഇടുക. ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ ശ്രദ്ധയെ നിങ്ങൾ മാറ്റരുത്. ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ നമ്മുടെ പ്രസിപ്പിറ്റർ മുന്നോട്ട് കടന്നു വന്ന ചില കാര്യങ്ങൾ. കർത്താവ് നൽകിയ ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. ഇനി ഞാൻ വീണ്ടും വാക്കുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. വളരെ മനോഹരമായി നമ്മുടെ ഡോക്ടർ നമുക്ക് ക്ലാസ് എടുക്കാൻ തക്കവണ്ണം ഇടയായി. തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അല്പം ഡോക്ടറോട് സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമുണ്ട്. നമുക്ക് പൊതുവിൽ അതിനുള്ള സമയം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ. ഡോക്ടറെ പോയി കാണാമെന്ന് വിചാരിച്ചാൽ നമുക്ക് എളുപ്പമല്ല കേട്ടോ. ഒന്ന്, വളരെ ദൂരം, ഷീസ് ഹൈലി പെയ്ഡ്. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ദൈവത്തെ സ്നേഹിച്ച് നമ്മെ സ്നേഹിച്ച് നമ്മുടെ കൂടെ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടിയ സമയം നിങ്ങൾ അത് തക്കത്തിൽ ഉപയോഗിക്കുക. അല്പസമയം കൂടെ ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടാവും, പാഴ്സനേജിൽ ഇരിക്കും. നിങ്ങൾക്ക് അതിനുള്ള സമയം വ്യക്തിപരമായി നിങ്ങൾക്ക് ഡോക്ടറോട് സംസാരിക്കാനുള്ള സമയമാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എബ്രാം കോശി പാസ്റ്ററെ ഒന്ന് എളുപ്പം പ്രാർത്ഥിക്കാമോ? എളുപ്പം ഒന്ന് പ്രാർത്ഥിച്ചാണ് ഓടിപ്പോരെ. സ്തോത്രം. അതിനുശേഷം നാം ചായ കുടിക്കുന്നു. ചായ കുടിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നാം കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ജോജി പണിക്കർ, ഡോക്ടർ അലീന ജോജി, പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി നിലനിർത്തട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഡോക്ടർ അലീനയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ചിന്തകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിഷാദരോഗത്തെയും മറ്റ് മാനസിക വൈകല്യങ്ങളെയും അതിനെ പ്രതിരോധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചൊക്കെ അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം, ആ പ്രതിസന്ധിയിലായിരിക്കുന്നവരെ എങ്ങനെ അതിൽ നിന്നും കരകയറ്റണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ താവേ നല്ല ഒരു ക്ലാസ് നയിക്കാൻ ഡോക്ടറെ കരങ്ങൾ ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണം. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള സെഷനുകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.